കൊലോസ്യർക്ക് ലേഖനം 2:5 വാക്യമായിരുന്നല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 2:5 വാക്യത്തിൽ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. കൊലോസിൽ പോയിട്ടില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതാണ്. കൊലോസ് ആ സഭയിലേക്ക് പോയിട്ടില്ല. എന്നാൽ അവനായിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട്, അവൻ പ്രവർത്തിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, അവന്റെ സുവിശേഷം മൂലം കർത്താവിലേക്ക് വന്നിട്ടുള്ളവരുടെ ആ ഇംപ്രൂവ്മെന്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സഭയിൽ നടക്കുന്ന കാര്യങ്ങള് പൗലോസ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവന് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അവനവിടെ പോയിട്ടില്ല, പക്ഷെ അവൻ കണ്ടു. അതെങ്ങനെ? പോയിട്ടില്ലാത്ത സ്ഥലത്ത് കാണുന്നത് എങ്ങനെ? അതാണ് ഒരു ശരിക്കുമുള്ള ഒരു ക്രിസ്തു ശിഷ്യന്റെ ഗുണം. അതായത് കൂടെയുള്ളവര് അവരുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയണം. ആ അറിഞ്ഞിരുന്നാൽ അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവർക്കൊരു അഹങ്കാരം ഉണ്ടായാൽ അവരെ അനുസരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഏത് കാര്യത്തിലും അവരെ ശുശ്രൂഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എപ്പോഴും നാം അവരെ അറിഞ്ഞിരിക്കണം, അന്യോന്യം അറിഞ്ഞിരിക്കണം. പുന്നപ്പുറയിലുള്ളവർക്ക് അടുത്തടുത്ത വീടായതുകൊണ്ട് അവരറിയും. എന്നാൽ അതിന് വെളിയിലുള്ളവരുടെ കാര്യം അല്ലെ വെളിയിലുള്ളവർക്ക് അങ്ങനെ അറിയാനായിട്ട് കഴിയുകയില്ല. എന്നാലും ആത്മാവിൽ പൗലോസിന് അറിയാൻ പറ്റി. കൊലോസ് സഭയിലേക്ക് പോയിട്ടില്ലെങ്കിലും അവിടെ ഉള്ള ആൾക്കാരെ കുറിച്ച് അവന് അറിവുണ്ട്. നമുക്ക് നമ്മുടെ സഹോദരന്മാരെ കുറിച്ചോ നമ്മുടെ സഹോദരിമാരെ കുറിച്ചോ എത്ര വരെ അറിവുണ്ട്? ഞാൻ എന്നോട് തന്നെ കുറ്റം ചെയ്തുകൊണ്ട് ഞാൻ പറയും, കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ അറിവ് വളരെ, സഹോദരന്മാരുടെ സ്ഥിതിയെ കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. അങ്ങനെ പരിമിതമായ അറിവിൽ പോവുകയാണെങ്കിൽ ആ സഭയ്ക്ക് മുന്നോട്ട് ഒരു യേശുക്രിസ്തുവിന്റെ ഒരു സഭയായിട്ട് അത് തീരുകയില്ല. അവിടെ സ്നേഹവും സമാധാനവും സന്തോഷവും ഐകമത്യവും എല്ലാം നിറഞ്ഞതായിരിക്കും യേശുക്രിസ്തുവിന്റെ സഭ. യേശുക്രിസ്തുവിന്റെ സഭയായിരിക്കണം നമ്മുടെ സഭ. കർത്താവായിരിക്കണം നമ്മുടെ മുൻ ലീഡർ. യേശു അവിടെ ഓരോരുത്തരെയും അറിഞ്ഞിരുന്നു. യേശു ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ ശിഷ്യന്മാർക്ക് അത് തമ്മിൽ അത്ര അറിവില്ലായിരുന്നു. ഇത് നമ്മൾ യേശുവിൽ നിന്ന് നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കണ്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഞാനൊന്ന് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആയതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂട്ടായ്മയിൽ നടക്കണം. കൂട്ടായ്മയിലാണെങ്കിൽ മാത്രമേ അതറിയത്തുള്ളൂ. പക്ഷെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ ആരിലാണ് വേരൂന്നി നിൽക്കുന്നത്? വേരൂന്നി നിൽക്കുന്നത് യേശുക്രിസ്തുവിൽ നിൽക്കണം. യേശുക്രിസ്തുവിൽ നിൽക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിന്റെ ആ സമാധാനവും സന്തോഷവും
യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ വരുള്ളൂ. ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവമായിരിക്കണം നമ്മുടെ സ്വഭാവം. ആ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കർത്താവിൽ വേരൂന്നി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്നാലേ നമുക്ക് അത് അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കർത്താവിൽ വേരൂന്നി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആത്മാവിൽ വരും. നമ്മുടെ ആത്മാവിൽ നമ്മൾ വളർന്നു വന്നാലേ, ആത്മീയമായി നമ്മൾ വളർന്നു വന്നാലേ നമ്മൾ ഉൾക്കൊള്ളുന്ന സഭ കർത്താവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നു. കർത്താവിന്റെ സ്വഭാവത്തിൽ, കർത്താവിന്റെ നേച്ചറിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊക്കെ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ക്രിസ്തുവിനുള്ളത് നമ്മുടെ കാണുകയില്ല. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ആയിരിക്കത്തില്ല. ആത്മീയ വർധന പ്രാപിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നിരിക്കുന്നതാണ് നമുക്ക് ആത്മീയ വർധന ഉണ്ടാകാനുള്ള അവസരം. ആത്മീയ വർധന വരുന്നത് പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്രമാത്രം ചേർന്നിരിക്കുന്നോ അത്രയുമേ നമുക്ക് ആത്മീയ വർധന വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആത്മീയ വർധനയിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചേർന്നിരുന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പരിശുദ്ധാത്മാവായിട്ട് കൺസൾട്ട് ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. നമുക്ക് അടുത്തുള്ളവരോട് ചോദിക്കാൻ എളുപ്പമാണ്. നമ്മൾ ആ കാര്യം എങ്ങനെയാണ്, ഈ കാര്യം എങ്ങനെയാണ്, അടുത്തുള്ള ആളിനോട് ചോദിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ അടുത്തുള്ളയാള് നമ്മിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ, നമ്മിലുള്ള പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. നമ്മൾ വിശ്വാസം മൂലം അവനെ സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അവനുമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആത്മീയമായി പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്തോത്രത്തിൽ വർദ്ധിക്കാനായിട്ട് പറ്റും. നമ്മൾ സ്തോത്രത്തിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിലുള്ളത് എന്താണ്? പഴിയും ദൂഷ്യം ഒക്കെ പറയാന്, അവിടുത്തെ കുറ്റവും കുറവും പറയാൻ നമ്മളെ കൊണ്ട് എളുപ്പമായി. അതാണ് ഇങ്ങോട്ട് ചാടുന്നത്. അല്ലാതെ കർത്താവിനോടുള്ള സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് പറ്റാതെ വരും. നമ്മൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നവരായിത്തീരണം. അപ്പോൾ നമ്മള് കർത്താവിന്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. അവനിൽ വേരൂന്നി നമ്മൾ നടക്കണം. ആത്മീയ വർധന പ്രാപിക്കണം എന്നുള്ളത് വളരെ താല്പര്യത്തോടെ അന്വേഷിച്ച് ആത്മീയ വർധന പ്രാപിക്കണം. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ, വിശ്വാസത്താൽ അങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടേ, നമ്മള് ജീവിക്കുന്നത് എവിടെയാണ്? യേശുവിലായി. അങ്ങനെ ജീവിക്കുന്നത് യേശുവിൽ. യേശു നമുക്ക് വേണ്ടി താഴെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഉത്സാഹിപ്പിക്കാൻ ഒക്കെ ഈ യേശു വന്നെങ്കിൽ, നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് യേശു വന്നെങ്കിൽ, നമ്മൾ ആ യേശുവിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ആ യേശുവില് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ കർത്താവിനോട് കൂടെ ചേർന്ന് ആത്മാവിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി കർത്താവിൽ ക്രിസ്തുവിൽ നമ്മൾ വളരണം. ആ വളർച്ച പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട്
ഓരോ സ്റ്റെപ്പും വെക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ ശോധന വരുമ്പോൾ നമ്മൾ തോറ്റ് പുറകോട്ട് പോകും. നമുക്ക് എങ്ങനെയാണ് പുറകോട്ട് പോകുന്നവരായിട്ട് ജീവിക്കണോ അതോ ജയിച്ച് മുന്നേറുന്നവരായിട്ട് ജീവിക്കണോ? നമ്മളൊരു പോരാട്ടത്തിലാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവനൊരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ എന്ത് വേണം? എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? പോരാട്ടം ജയിക്കണമെന്നുള്ളതാണ്. പോരാട്ടം ജയിക്കണമെന്നുള്ളതാണ്. ആ പോരാട്ടം ജയിക്കണമെന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ കർത്താവിൽ അടിസ്ഥാനപ്പെട്ട് വീഴുന്നി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ജയാളിയായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ പാപത്തിൽ അടിമപ്പെട്ട് പാപത്തിന്റെ ദാസനായി നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതിന് നമുക്ക് ഇടയാകരുത്. അതുകൊണ്ട് യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. യേശു കൂടെ ഉണ്ടെങ്കിൽ നമ്മള് യേശു ആഗ്രഹിക്കുന്ന പ്രവൃത്തിയെ ചെയ്യത്തുള്ളൂ. അവിടെ ഒരു വിലക്ക് വരും. അല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വരുമ്പോ യേശു കൂടെ ഉണ്ടെങ്കിൽ യേശുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ നമുക്ക് വിലക്ക് വരും. നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ചെയ്യിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ കർത്താവിന്റെ കൂടെ ചേർന്ന് നമുക്ക് ജീവിക്കണം. അതിന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകണം. എന്താണ്? ഈ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ഇന്നാരും ഉണ്ടോ എന്നുള്ളതല്ല, എൻ്റെ കൂടെ യേശു ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് നമ്മളെ ജയാളികളായി നടക്കാൻ ധൈര്യപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ യേശുവില് കൂടുതലായിട്ട് ആശ്രയിക്കുകയും വേണം. പൂർണ്ണ ആശ്രയം. നമുക്ക് യേശുവിൽ പൂർണ്ണ ആശ്രയം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ശതാധിപൻ പറഞ്ഞില്ലേ, അവന്റെ ദാസന് സുഖമില്ലാതിരിക്കുന്നു, അതിനാണ് പറഞ്ഞയച്ചത്. യേശു ഉണ്ടെന്നറിഞ്ഞു. യേശു വന്ന് എൻ്റെ ദാസനെ സൗഖ്യമാക്കാൻ ആള് പറഞ്ഞയച്ചിട്ട് പിന്നെ പറയാണ്, വേണ്ട കർത്താവേ, നീ ഇങ്ങോട്ട് വരണ്ട. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ഒരു ഇസ്രായേലിയൻ അല്ലാത്ത ഒരാള്, ഒരു സൈന്യാധിപൻ അത് പറയണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് കർത്താവിന് വലിയ സന്തോഷം ഉണ്ടായത്. എന്താണ്? ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. നമ്മളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവിന് ഇത് പറയാനിടയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരസുഖം ഉണ്ടായി, മരുന്ന് കൊടുത്തിട്ടും ഫലിക്കാതിരിക്കുന്നു, ടെമ്പറേച്ചർ കുറയുന്നില്ല. അയ്യോ എൻ്റെ കുഞ്ഞിന്. അപ്പോഴത്തേനും നമ്മുടെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോവാണ്. ഇല്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സർവശക്തരായ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അറിയുന്നു അവൻ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്, എൻ്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ മതിയായവനാണ് എന്നുള്ള ആ പൂർണ്ണ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ പതറിപ്പോകുമോ? ആ പൂർണ്ണ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പതറത്തില്ല. ആ പതറാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകണം. അപ്പോഴും മാത്രമേ കർത്താവിന് ഇപ്പോഴും പറയാനൊക്കത്തുള്ളൂ, ഇസ്രായേൽ കൂടെ ഞാൻ രാമപുരത്ത് ഈ ഒരു വിശ്വാസം കണ്ടിരിക്കുന്നു. കർത്താവ് ഒട്ടിരുന്നുകൊണ്ട് പറയും, ഞാൻ ഇസ്രായേൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും കർത്താവ് പറയാനായിട്ട് ഇടയാകണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാള് എന്ത് ചെയ്യും? കർത്താവിനെ കീഴടങ്ങും, അനുസരിക്കും. കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കുകയും കർത്താവിനെ കീഴടങ്ങിയിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവൻ മാത്രമേ കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തുള്ളൂ.
അത്ര അടിയുറച്ച ഒരു വിശ്വാസം ഉള്ളവൻ കർത്താവിന്റെ സ്വസ്ഥതയില്. കുഞ്ഞിന് പനി വന്നു, ഇപ്പൊ ടെമ്പറേച്ചർ കുറയുന്നില്ല, എത്ര മരുന്ന് കൊടുത്തിട്ടും കുറയുന്നില്ല. അവിടെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഈ കുഞ്ഞിനെ ആരാ തന്നത്? ഈ കുഞ്ഞിനെ എന്റെ കർത്താവാ തന്നെ. അവൻ എനിക്ക് അവസാനത്തോളം അവനെ തരും എന്നുള്ള വിശ്വാസം ആ കുഞ്ഞ് മരിക്കുമ്പോഴും ഉണ്ടായിരിക്കണം. കാരണം മരിച്ചാലോ കുഞ്ഞങ്ങ് മരിക്കും. മരിച്ചാലെന്താ? മരിച്ചാല് അവനവിടെ ഉണ്ട്. ഈ വിശ്വാസമുള്ള ആളിന്റെ കുഞ്ഞ് ഇവിടെ ആയിരിക്കും. മരിച്ചാല് ഈ നരകത്തിലേക്കല്ല പോകുന്നേ, അവൻ സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധി എത്തും. അപ്പൊ നമുക്ക് ആശ്വാസത്തോടെ ഇരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആശ്വാസം ലഭിക്കയില്ല. അങ്ങനെ വരുമ്പം നമുക്ക് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാൻ പറ്റും. കർത്താവേ, കാര്യങ്ങളെല്ലാം ഇങ്ങനെയാ, ഈ അവസ്ഥയിലാണ് ഞാൻ. എന്നാലും കർത്താവേ, ഈ ഇങ്ങനെ എന്നെ നടത്തുന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. സകല സ്തുതിയും ആരാധനയും ഞാൻ തരുന്നു കർത്താവേ എന്നുള്ള ആ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നെങ്കിൽ കർത്താവ് അതിനെ ബഹുമാനിക്കും. കർത്താവ് നോക്കും അവൻ എങ്ങനെ ഇരിക്കുന്നു. ചിലപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാനായിരിക്കും. ആ ടെസ്റ്റ് നടക്കുന്നുണ്ടെ ടെസ്റ്റിന് പാസ്സാകണം. അതുകൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് പാസ്സാകുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ നമ്മളെ കൊടുക്കാം. നമുക്ക് അതിനു വേണ്ടി എപ്പോഴും ഏതവസ്ഥയിലും രോഗിയായിരിക്കുന്നു, ഫീസ് കൊടുക്കാൻ പൈസയില്ല, ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്കിടയാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഉത്സാഹത്തോടെ നമുക്ക് മുന്നേറാം. നമ്മളെ 24 വർഷം കർത്താവ് നമ്മളെ സഭയായിട്ട് ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നു. ഇത്രയും നാൾ നടത്താൻ കർത്താവ് വിശ്വസ്തനായിരുന്നു. നമ്മുടെ ഒരാവശ്യവും മീറ്റ് ചെയ്യാതെ പോയിട്ടില്ല. ഒരു പ്രയാസത്തിൽ കൂടെ പോകാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചില്ല, അനുവദിച്ചില്ല. എങ്കിൽ ഇനി വരുന്ന വർഷങ്ങളും കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് നടത്തും. അവന് നമ്മളെ നടത്താൻ കഴിയും. അവൻ വിശ്വസ്തനാണ്. വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ പിന്നെന്തിനും നമ്മൾ കരയുന്നു. അതുകൊണ്ട് നമുക്ക് ഉത്സാഹത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മളെ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്ന ഒരു യുദ്ധഭൂമിയിലാണ്. യുദ്ധഭൂമി എന്ന് പറയുമ്പം നമ്മളൊക്കെ വിചാരിക്കും വാളോ പരിചയോ തോക്കോ ഒക്കെ എടുത്തുള്ള ഒരു യുദ്ധം. എന്നാൽ ആത്മീയ യുദ്ധത്തിലാണ്. ഈ ആത്മീയ യുദ്ധം നേരിടാനായിട്ട് ആദ്യത്തെ വേണ്ടിയിരിക്കുന്ന ആയുധം വിശ്വാസം തന്നെ. അപ്പോൾ ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തെ കർത്താവിനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത് ആത്മീയമായി നമുക്ക് ഇവിടെ പുരോഗതി വേണം. ഭൗതികമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. എന്നാൽ ആത്മീയമായ നിലനിൽപ്പ് ആവക്കൂടെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസത്തിൽ ഉറക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിൽ ഉറക്കുക, ആ ഉറപ്പില്ലെങ്കിൽ പലപ്പോഴും ചാഞ്ചല്യം ഉണ്ടാവും, ചഞ്ചലപ്പെട്ടു പോകും. എന്നിട്ട് പിന്നീട് നമ്മൾ ചഞ്ചലപ്പെട്ടു പോയി പിന്നെ നോക്കുന്നത് ഇടത്തെ വലത്തെ പിന്നെ മുകളിലുള്ളവരെ, മുകളിലെന്ന് പറഞ്ഞാൽ അവരെ കാട്ടിൽ സൂപ്പറായിട്ട് നിൽക്കുന്നവരെ, ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ട് പിന്നെ ചില തീരുമാനത്തിലേക്കൊക്കെ പോകുന്നു. എന്നാൽ അങ്ങനെയല്ല. കർത്താവിലുള്ള വിശ്വാസം, അതായത് ദൈവജനത്തിലൂടെ നമ്മെ ഓർപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത. ക്രിസ്തുവേശ് 2 കൊലോസ്യർ 2 6 വാക്യം. ആദ്യം നിങ്ങളുടെ നല്ല ചിട്ടയും ക്രിസ്തുവേശിലുള്ള അടിയുറച്ച വിശ്വാസവും കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവേശുവിനെ കർത്താവായി സ്വീകരിച്ച നിങ്ങൾ അവനിൽ ജീവിക്കുക, അവനിൽ വേരൂന്നുക, അവനിൽ വളരുക. അപ്പൊ ഇതില്ല എങ്കിൽ ജീവനില്ലാത്തതാണ്. ഒരു ചെടിയെ സംബന്ധിച്ച് വളരെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ആ ചെടി യഥാർത്ഥത്തിൽ വേരൂന്നി ഭൂമി വെള്ളം വളമൊക്കെ സ്വീകരിച്ച് വളരുന്നില്ലെങ്കിൽ അത് വളർന്നില്ല, ഉണങ്ങിപ്പോവും, ഫലവും കാണത്തില്ല. അപ്പോൾ ആ നിലയിൽ തന്നെ നമ്മളുടെ വേര്, നമ്മളുടെ വിശ്വാസം യേശുക്രിസ്തുവിൽ തന്നെയാണ് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ആ ഉറപ്പ് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉണ്ടോ ഇല്ലെന്നൊരു പരിശോധനയാണ് നടക്കുന്നത്. ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ അതിനോട് താഴോട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു അല്ലേ. ഞാൻ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് വന്നപ്പോഴേ 2 കൊരിന്ത്യർ 7:4 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ സമാശ്വാസം ഉള്ളവനാണ്. അപ്പം ഏത് കാര്യത്തിലും ആശ്വാസം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അത്രത്തോളം ആശ്വാസം പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. യേശുക്രിസ്തുവിനെ അല്ല, നമ്മുടെ ശിഷ്യന്മാരിലെ, യേശുവിന്റെ ശിഷ്യന്മാരിലെ നേരിട്ടുള്ള ശിഷ്യൻ അല്ലെങ്കിലും അപ്പോസ്തലൻ. അപ്പോൾ അങ്ങനെ സമാശ്വാസം പ്രാപിച്ച ഒരു വ്യക്തിയെ 2 കൊരിന്ത്യർ 11 വായിക്കാമെങ്കിൽ ആ കാര്യത്തെപ്പറ്റി മനസ്സിലാവും ആശ്വാസം പ്രാപിച്ച വ്യക്തിയാണോ ഇല്ല എന്നുള്ള കാര്യം. ഇന്ന് നമ്മൾ റോമർ 12:9 ഒരു കൽപ്പന പറഞ്ഞു. താഴോട്ടൊരു 26 കൽപ്പനയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 27 വാക്യം വരെ ഒരു 26 കൽപ്പന, അങ്ങനെ 27ഓളം കൽപ്പനയുണ്ട്. അപ്പൊ ഈ കൽപ്പന പാലിക്കാനായിട്ടൊന്ന് നമ്മളൊന്ന് നോക്കിയാൽ ഈ കൽപ്പന, ഈ അപ്പസ്തോലൻ ഈ കൽപ്പനയൊക്കെ പാലിച്ചാണോ ജീവിച്ചതെന്ന് നമ്മൾ മറുചോദ്യം ചോദിക്കണ്ട. അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ മറുചോദ്യം ചോദിക്കണ്ട. അത് ചോദ്യം നമ്മളോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കൽപ്പനകളെ പാലിച്ച് ജീവിക്കാൻ എന്നൊക്കെ ചിന്തിക്കുമ്പം ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പറ്റുമോ? പറ്റും എന്ന് ഉള്ള അത് തന്നെയാണ് നമുക്കുള്ള വിശ്വാസം. കാരണം കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള പറ്റാത്ത കാര്യങ്ങളെ നമ്മളെ സാധ്യമാക്കി തരുന്ന യുദ്ധത്തിലാക്കി നിർത്തിയിരിക്കുന്നത്. വിശ്വാസത്തിൽ ധൈര്യമുണ്ട്. എൻ്റെ സാക്ഷ്യം അത് തന്നെ. ഞാനൊരു ഭീരുവായിരുന്നു. മരണമെന്ന് കേൾക്കുന്നത് ഭയമാണ്. രണ്ടാമത്തത് മരിച്ചാൽ എന്താവും എന്നുള്ള ചിന്ത, അതാണ് ഭയം എന്ന് പറഞ്ഞത്. മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള ചിന്തയാണ് എന്നെ എപ്പോഴും ആവലപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു കാര്യം. അപ്പം മരിച്ചാൽ എന്തായിരിക്കും ചോദിച്ചാൽ നരകത്തിൽ പോകും, അത് പൂർണ്ണ ഉറപ്പിലാണ് നടക്കുന്നത്. പക്ഷെ എന്നാലേ ആർക്ക് രക്ഷിക്കാൻ കഴിയും എന്നൊരു കാര്യത്തെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ല. കാരണം ഞാനൊരു ഒരു സമുദായ വിശ്വാസിയാണല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള പഠനങ്ങളിലൂടെ ഒന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഭയം മാറാനായിട്ട് എന്ത് ചെയ്യണം അതും അറിയത്തില്ല. എന്നാൽ ദൈവവചനം ഉള്ളിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവാണ് രക്ഷകൻ, അവൻ വിശ്വസിക്കുന്ന ഇതിൽ നിന്നൊക്കെ മോചനം ഉണ്ടെന്നുള്ള ബോധ്യം, അത് ബോധ്യം അങ്ങനെ എനിക്ക് കിട്ടിയതല്ല, അത് അങ്ങനെ ഇങ്ങനെ തന്നതാണ്. എൻ്റെ ഭയം എടുത്ത് മാറ്റിച്ചാൽ എനിക്ക് ആ ബോധ്യം തന്നത്. അപ്പോൾ ആ ഭയം എടുത്ത് മാറ്റി ധൈര്യമായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അവനിലുള്ള വിശ്വാസം. ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? എനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് യേശു കർത്താവിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞു എന്നുള്ള എൻ്റെ തെളിവാണ് എൻ്റെ ഭയം എടുത്ത് മാറ്റിയത്, മരണഭയം. അപ്പോൾ അതുകൊണ്ട് മരണഭയം എന്ന് വിചാരിച്ച് വേണ്ടതിലൊക്കെ എടുത്ത് ചാടുമെന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന ഭയത്തിൽ നിന്ന് എനിക്കൊരു മോചനം തന്നു. അതാണ് എൻ്റെ രക്ഷയുടെ ആദ്യത്തെ അനുഭവം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ധൈര്യം, വിശ്വസിക്കുന്നതിൽ ഒരു ധൈര്യമുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഈ കാലത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില ഭയങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഈ ഭയം പലപ്പോഴും പാപം ഉള്ളൊരു അവസ്ഥയിലാണ് ഭയം ഉണ്ടാകുന്നത്. പാപത്തിന്റെ അവസ്ഥയിലുണ്ടെങ്കിൽ ഭയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാനത് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പാപം ചെയ്യുന്നവന് ധൈര്യമായിട്ട് കത്തിയായിട്ട് പോയി കുത്തുകയും കൊലയൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് മറ്റൊരു ധൈര്യം. അതല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വിശ്വാസത്തിൽ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ധൈര്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമുള്ള ധൈര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴേ നമുക്കൊരു ഭയം വരാതെ, ഈ ഭയം മറ്റു ചില ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ചിലർ ആകുലരായിട്ട് കാണപ്പെടുക, അല്ലെങ്കിൽ ചിലർ ഉണ്ടാവും, ചിലർക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് മിണ്ടുന്ന മറ്റുള്ളവർ മിണ്ടാൻ തോന്നത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയം ബാധിച്ചു കഴിഞ്ഞാൽ ചിലർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കൂടെ ഉണ്ട് എങ്കിൽ എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്ന് മോചനമുണ്ട്. പാപം എന്നൊരു കാര്യം നമ്മുടെ ഭയത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ കർത്താവിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ ധൈര്യത്തോടെ ആയിരിക്കാൻ കഴിയും. പാവമുള്ളവന് ധൈര്യമില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. എന്നാൽ ഏറ്റുപറയുന്നവനെ കർത്താവ് നീതീകരിക്കും. അവൻ ആ ധൈര്യം ലഭിക്കും. ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ ആ ധൈര്യം ലഭിക്കുകയും ചെയ്യും. അതെ, ഈ മറ്റൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴേ, ആശ്രയബോധത്തെ പറ്റി പറയുമ്പോൾ ശതാധിപന്റെ കാര്യം പറയും. ഇവിടെ ശതാധിപന്റെ കാര്യം പറഞ്ഞപ്പോഴേ സാലസ്പുറയുടെ എപ്പോഴും ഒരു മറിയുടെ കാര്യം പറയും. എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ മേല, അതുകൊണ്ട് യേശുവിൻ്റെ കൂടി എന്നുള്ളതാണ്.
അപ്പൊ യേശുവിനോട് കൂടിയപ്പോഴേ മക്കളുടെ മറിയം അവളിൽ നിന്ന് 7 വിശാഖികളെ ഇറക്കിക്കളഞ്ഞു. അപ്പൊ 7 വിശാഖികളെ ഇറക്കിക്കളഞ്ഞപ്പോഴേ അവൾക്കറിയാം ഈ 7 വിശാഖിനെ ഇറക്കാൻ കഴിയുള്ളവനാണെങ്കിൽ ഇവന്റെ കൂടെ ജീവിക്കാനും കഴിയും. ഇവന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ പിന്നാലെ ശിഷ്യഗണത്തിൽപ്പെട്ട് അവൻ കൂടെ നടന്നു. എന്ത് കഴിക്കും എന്ത് കൊടുക്കുമെന്നൊന്നും അവൾ ചിന്തിച്ചില്ല. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ക്രൂശിന്റെ മരണത്തോളം അവന് കൂടെ നടക്കുകയും ചെയ്തു. അപ്പോൾ അത് അവന് യേശുവിനുള്ള ആശ്രയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിച്ചാലും ഇവരെന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് അവൾക്ക് ബോധ്യം കിട്ടത്. അതുകൊണ്ട് അവൾ പോയത്. അപ്പോൾ അങ്ങനെ ഒരു ആശ്രയബോധം നമുക്ക് വേണം. അതായത് ഇവനെ രക്ഷിക്കാൻ കഴിയും എന്നൊരു ബോധം. എല്ലാ കാര്യത്തിലൂടെ നമ്മളൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. രോഗം, പീഡ, മറ്റു പല കാര്യങ്ങളിലൂടെ പോകുമ്പോഴും മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും സമാധാനത്തിലെ ആശ്രയം കർത്താവ് ഇതിനൊരു പരിഹാരമുണ്ട്. ആശ്വാസം നൽകുന്നതിനാണ്, സമാശ്വാസം നൽകുന്നതിനാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓരോ സപ്പുതലും പറഞ്ഞു, ഞാൻ എല്ലാ കാര്യത്തിലും സമാശ്വാസം നിറഞ്ഞവനാണ്. 2 അപ്പോൾ അങ്ങനെ സമാശ്വാസം നിറഞ്ഞവനാണെന്ന് പൗലോസ് പറയുമ്പോഴേ അത് അനുഭവിച്ചിട്ടാണ്. അപ്പോൾ ആശ്വാസം പ്രാപിക്കാൻ കഴിയും. രോഗത്തിന്റെ അവസ്ഥയിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയും. ഞാൻ ഒരു വചനം കൂടെ എപ്പോഴും പറയാറുള്ളത് നിങ്ങളെ ഓർപ്പിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ 7 തൊട്ടുള്ള വാക്യം, 2 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ അല്ലെ, കടന്നുപോയി അനുഭവിച്ച ദുഃഖത്തിലും ദുരിതത്തിലും സമാശ്വാസം ഞാൻ പ്രാപിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ ധൈര്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അവിടെ നിങ്ങളും അത് അങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങളും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് ധൈര്യം പ്രാപിച്ച് മറ്റുള്ളവർക്ക് സമാശ്വാസം പകരണമെന്നാണ് ആ 5 വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അനുഭവിച്ചവനെ അത് പറയാനൊക്കെ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച കാര്യമല്ല ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. ഏത് കാര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകാതെ? ഒരു കാര്യത്തിലും കടന്നു പോകാതെ ഇരുന്നിട്ടില്ല. എല്ലാ കാര്യത്തിലും കടന്നു പോയിട്ടുണ്ട്. പാപം, രോഗം, കഷ്ടത, പട്ടിണി, ദാരിദ്ര്യം, എല്ലാ കാര്യവും. അപ്പോൾ അതിലൊക്കെ സംതൃപ്തനായിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗവത്തിനാണ് നമ്മൾ ഈ കാര്യത്തിലൊക്കെ കടന്നുപോയാലും നമുക്ക് സംതൃപ്തനായിരിക്കാൻ കഴിയുക എന്നുള്ളൊരു കാര്യമുണ്ട്. അവരുടെ സാഹചര്യത്തിൽ നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കേണ്ടതുണ്ട്. ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസത്തിലെ പ്രവൃത്തിയുടെ കാര്യം പറഞ്ഞു അല്ലേ. വിശ്വാസമുള്ളവരെ പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. അല്ല, അതൊന്നും ചെയ്യുന്നുണ്ട് പ്രവൃത്തി. എന്നാൽ വിശ്വാസമുള്ളവന്റെ പ്രവൃത്തിക്ക് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. യേശുക്രിസ്തുവല്ല അവൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവൃത്തി വരണമെങ്കിൽ തന്നെ നമ്മൾ ഇന്നൊരു വിശ്വാസത്തിൽ തന്നെ ആ പ്രവൃത്തി കടന്നു വരികയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തിലെ പ്രവൃത്തി ചെയ്യാനൊക്കെ ഉള്ളൂ. യേശുവിലുള്ള വിശ്വാസം അല്ലാത്ത ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിന് മഹത്വം ദൈവത്തിനില്ല. നമ്മെ സംബന്ധിച്ചുള്ള ആർക്കുള്ള പ്രവൃത്തിയാണ്. ഒരുപാട് പേരും അങ്ങനെ പ്രവൃത്തി ചെയ്യുന്നവരാണ്, നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അല്ലാതെ അങ്ങനെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പലപ്പോഴും നമ്മളെ എല്ലാ കാര്യത്തിലും നല്ല പ്രവൃത്തി ചെയ്തതൊക്കെ ഇച്ചിരി പിശുക്കന്മാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ നമ്മൾ നല്ലതൊന്നും ചെയ്യാൻ ഒരുങ്ങുകയല്ലേ. എന്നാൽ ലാഭം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്തു. എന്നാൽ യേശുവിൽ വിശ്വാസമുള്ളവൻ അവനെ നഷ്ടം ഉണ്ടാകുന്ന കാര്യത്തിലും അവനെ മോഹപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ആ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട് അവനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മത്തായിയുടെ 6:32 പറഞ്ഞു, നമുക്ക് വേണ്ടതെന്നൊന്നും അവൻ അറിയുന്നുണ്ട്, അതുകൊണ്ട് ലഭിക്കും. നമ്മളാരും അങ്ങനെ അത്രയും അങ്ങോട്ട് ഉറച്ചൊരു വിശ്വാസത്തിലോട്ട് പോകാനായിട്ട് നമുക്ക് വേണ്ടതൊക്കെ അറിയാം. എന്നാൽ നമ്മളുടെ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ എന്താ ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ അറിയാതെ ചോദിച്ചു പോകാറുണ്ട്. അതിനുള്ള വഴിവെട്ടാണ്. നമ്മൾ അതിനെ കാര്യങ്ങളെ നമ്മൾ സാധിച്ചെടുക്കാറുമുണ്ട്. എന്നാൽ കർത്താവ് അത് ചെയ്തു തരാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പരിധി, നമ്മൾക്ക് എങ്ങനെ ഏത് കാര്യത്തിലാണെന്ന് എത്രത്തോളം നമുക്ക് അതിനുള്ള അത് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത, ആ സാധ്യത അനുസരിച്ച് കർത്താവ് നമുക്ക് ചെയ്യാറുണ്ട്. നമ്മൾ കടന്ന് നമ്മളുടേതായ യുക്തിയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അതിന് കൂടുതലൊക്കെ മുന്നോട്ട് പോകാം. അത് അതിൻ്റെതായ ഫലം എന്താണെന്നുള്ളത് അത് മുന്നോട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ അറിയാൻ നിവൃത്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്തെന്ന് കർത്താവ് അറിയുന്നുണ്ട്. നമ്മളുടെ ഈ ആശ്രയബോധം അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലുള്ള ആശ്രയബോധം നമുക്ക് കർത്താവിൽ എപ്പോഴും വെക്കേണ്ടതുണ്ട്. അവിടുന്ന് അറിയുന്നുണ്ട്, സഹായിക്കാൻ പോയിട്ടില്ല. എത്രത്തോളം എന്നുള്ളത് അതിൻ്റെ പരിധി അതൊക്കെ കർത്താവിനറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വേണ്ടത്. ചില കാര്യം കർത്താവ് തരേണ്ടത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളങ്ങ് കടന്ന് വ്യാകുലപ്പെടുകയും അല്ലെങ്കിൽ കരച്ചിലും പിടിച്ചിലുമായിട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്നാൽ അത് വേണ്ടാന്ന് കർത്താവ് തീരുമാനിച്ചു പോയെങ്കിൽ പിന്നെ തരാൻ നിവൃത്തിയുണ്ടോ? ഇല്ല. നമ്മൾ ആകുലപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്വസ്ഥത, ആ ആശ്രയബോധം കർത്താവിൽ വെച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്വസ്ഥത കൂടെ നമ്മൾ അതിനകത്ത് അനുഭവിക്കേണ്ടതുണ്ട്. കർത്താവ് നമ്മളെ അതിനകത്ത് ഒരുക്കണം. നമ്മൾ ആ കാര്യങ്ങളെ പറ്റി ഓർത്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ തയ്യാറാകാൻ ഒക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ കർത്താവ് എനിക്കത് ചെയ്തില്ലല്ലോ
അവരുടെ ബുദ്ധിമുട്ടാണല്ലോ, കർത്താവ് ചെയ്യുമെന്ന് വാക്കുണ്ടല്ലോ, എല്ലാം ഇങ്ങോട്ട് വരുമെന്നുള്ള വാക്കേ നമ്മൾ ഓർക്കുന്നുള്ളൂ. അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും കർത്താവിനായിട്ട് എങ്ങനെ നിലനിൽക്കുന്ന കാര്യത്തെപ്പറ്റി പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. അതാണ് ആദ്യം ഓർക്കേണ്ടത്. എങ്കിലും ഇങ്ങോട്ടുള്ള കാര്യത്തെപ്പറ്റി പരാതിയില്ലാതെ അവിടുന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവസാനമായിട്ട് എപ്പോഴും സ്തോത്രം ചെയ്യുക. എഫേസ്യർ 5:5 നമ്മൾ വായിച്ചു. എല്ലാത്തിനായിട്ട് എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാനാണ്. എല്ലാത്തിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചൂടിലൂടെ കടന്നുപോയപ്പോഴേ ഞാൻ ഈയിടെ ഇങ്ങനെ ഓർക്കാനറിയാം ഒരു വാക്യം. വെളിപാട് പുസ്തകം 16:9. എട്ട് തൊട്ട് വായിച്ചു. 8 തൊട്ട്. അതെ, ഇല്ല, അനുഭവിച്ചുമില്ല, അവനോട്ട് മഹത്വപ്പെടുത്തുകയില്ല. ഈ ചൂട് ഈ ദൈവം ഇങ്ങനെയൊക്കെ ചൂട് വർദ്ധിപ്പിച്ചു. നമ്മുടെ കുറ്റം കൊണ്ട് ആ ചൂട് വർദ്ധിച്ചെന്നുള്ള കാര്യം നമ്മൾ ആദ്യം അംഗീകരിക്കുന്നില്ല. പിന്നീട് ഈ ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയില്ല എന്ന് തന്നെയല്ല, അത് ദൈവനാമത്തെ ശപിച്ചു എന്നാണ്. ദൈവനാമത്തെ അങ്ങ് ശപിച്ചെന്ന്. മനുഷ്യന്റെ ദൈവത്തെ ശപിച്ചിട്ട് കാര്യമല്ലോ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ നമുക്ക് വേണം ചിന്തിക്കാം. എന്നാൽ നമ്മൾ വരുന്ന ഈ നശിച്ച ദൈവം ഇതല്ലേ ശാപം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വാക്യം ഓർപ്പിക്കുന്നത്. അപ്പോൾ അത് എല്ലാറ്റിനും എല്ലായ്പ്പോഴും വേണ്ടി സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോഴേ ഈ ചൂടിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ പോയോ എന്നുള്ള കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മളുടെ കുഴപ്പം കൊണ്ടായി സംഭവിച്ചുവെങ്കിൽ അതിനും സ്തോത്രം. അതെ, ചൂട് ഏതായാലും നമ്മുടെ സമയത്തും കുറച്ചു നേരം ഏസിക്കാതിരിക്കാതെ അല്ലാതെ വെയിലത്തോട്ട് ഇറങ്ങിയാൽ ഈ ചൂട് അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് നമുക്കൊരു ആശ്വാസം എങ്കിലും തരും. സ്തോത്രം, ഇതിനായിട്ട് സ്തോത്രം. വെയിലത്തൊന്നും തണലത്തോട്ട് മാറി നിൽക്കേണ്ടപ്പോൾ നിന്നോണം. സർക്കാർ പറയുന്ന നിയമമൊക്കെ അനുസരിച്ചോണം. അത് വേറെ അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലേ നമ്മൾ പൊതുവായിട്ട് ഈ കാര്യത്തിൽ എടുക്കുമ്പോഴേ അതിനായി സ്തോത്രം. 4 വർഷത്തെ മഴ വന്നപ്പോൾ പറഞ്ഞു ഇത്ര മഴ വേണ്ടായിരുന്നു, എന്നാൽ അതിനും സ്തോത്രം. അപ്പൊ എല്ലാത്തിനായിട്ടും സ്തോത്രം. എങ്കിലേ അതിനെ നേരിടാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴിവ് എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, വിശ്വാസത്തിൽ ഉറയ്ക്കാം. അപ്പോൾ ഇന്ന് ഈ കർത്തൃമേശ ദിനത്തിലെ നമ്മളെ അധികം വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറച്ച് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി തന്നെ നമ്മളുടെ കുറവുകളെ, ഈ വിശ്വാസത്തിന് വിരുദ്ധമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറവുകളെ ഏറ്റുകഴിഞ്ഞ് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് തന്നെ നമ്മളെ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കടന്നു പോവുകയും വേണം. ആ വിടുതൽ പ്രാപിച്ചിട്ട് കർത്തൃമേശയിൽ നിന്ന് നമ്മളെ സംബന്ധിക്കുകയും വേണം. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ, ഒരുക്കട്ടെ. ഈ ദിനം കർത്താവ് ഇന്ന് വീണ്ടും അങ്ങനെ ഒരു ദിനം, ഈ ദിനം നമുക്കായി ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നമുക്കിന്ന് തന്ന ആ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാത്തിനും സ്തോത്രം പറയാമല്ലോ. അപ്പോൾ മൈക്കില്ലാത്തതിനും സ്തോത്രം പറയണം. അധികം ഇത് വർക്ക് ചെയ്യാത്തതിനും നമ്മൾ എന്ത് പറയണം? സ്തോത്രം പറയണം. അപ്പോൾ ഇന്ന് നമ്മളെ ആ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ഇന്ന് നമ്മൾക്ക് ഈ ദൈവവചന പ്രകാരമുള്ള ഒരു ദുഃഖം എന്ത് ചെയ്യുന്നു? മാനസാന്തരത്തിലേക്ക് നടക്കും. അപ്പൊ ദൈവവചനം വായിച്ച് എനിക്ക് വലിയ തകർച്ചയിലൂടെയൊക്കെയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നെങ്കിലും അതിലും വലിയ ഒരു ദുഃഖമാണ് എന്തുണ്ടായത്? ദൈവവചനം അനുസരിച്ചില്ല. ദൈവവചനം കേൾക്കുകയും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ഉപദേശം കേൾക്കുകയും ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരിക്കലും ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിലനിന്നിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്നുവരെ ഞാൻ ദൈവഇഷ്ടപ്രകാരം ജീവിച്ചിട്ടില്ല എന്നുള്ള ഒരു ബോധം എനിക്ക് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? എനിക്ക് യഥാർത്ഥമായ ആ ദുഃഖം, അതിനേക്കാൾ വലിയൊരു ദുഃഖം ഉണ്ടാകും. അപ്പൊ ഈ ദൈവവചന പ്രകാരമുള്ള ദുഃഖം എന്ത് ചെയ്യും? മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കും. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നവനെ ദൈവം എന്ത് ചെയ്യും? ദിനംപ്രതി എന്ത് ചെയ്യും? സഭയോട് ചേർക്കും. അപ്പൊ അതാണ് കർത്താവ് ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ 24 വർഷമായിട്ട് കർത്താവ് സഭ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ കർത്താവ് നമുക്ക് ഇന്ന് അതിൻ്റെ ആയിട്ടുള്ള ഇന്ന് ആ ദിവസം വന്നപ്പോൾ നമ്മൾ സത്യത്തിൽ ദൈവത്തിന് സ്തോത്രം പറയും. സ്തോത്രത്തിൽ കവിഞ്ഞ് തന്നെ നമ്മൾ പറയുന്നത് നമ്മളെ കർത്താവ് ആ സഭയോട് ചേർത്തത് കൊണ്ടാണ്. കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന ആ സഭ, കർത്താവ് ഇവിടെ ഒരു സഭ പണിതില്ലെങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മൾക്ക് അതിൽ ചേരാൻ
ചിലപ്പോൾ പറ്റത്തില്ല. കർത്താവ് ഈ ശരിയായ ഉപദേശം ചിലപ്പോൾ നമ്മൾക്ക് ലഭിക്കത്തില്ലായിരുന്നു. അതാണ് നമ്മൾ സ്തോത്രം പറയുന്നത്. കാര്യം ചിലപ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ഇന്ന് ലോകത്തിൽ ഒരുപാട് സഭകളുണ്ട്. ഇന്ന് ആ സഭയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സഭയിലാണെങ്കിൽ യഥാർത്ഥമായിട്ട് ഇന്ന് ഒരുപാട് സഭകളുടെ പ്രസംഗവും ആ സന്ദേശമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ദൈവവചനത്തിന്റെ ആ ശരിയായ ആ ലാക്കിൽ നിന്ന് അവര് മാറി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം ആ ഒരു നമ്മള് ഈ രക്ഷിക്കപ്പെട്ട ദൈവവചനത്തിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്സാഹവും ആവേശവും ഒക്കെ ഉണ്ടാകും. ആ ഒരു കണ്ടീഷനിൽ ഞാൻ TV ഒക്കെ വെക്കുമ്പോൾ എല്ലാ ദൈവവചനം എല്ലാ TV ചാനലിലൊക്കെ കാണുന്ന ദൈവവചന പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് ഞാൻ സഭയിൽ വന്ന് ദൈവവചനമൊക്കെ കേട്ട് ആ ഒരു ഉപദേശത്തിലും ബൈബിളിന്റെ ആ ഒരു ഉപദേശമൊക്കെ നോക്കി വന്നപ്പോഴാണ് പല പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുന്നത് അവർ തെറ്റായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പലതും ഇപ്പൊ കേൾക്കാറ് അങ്ങനെ TV-യിലുള്ള അങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും ഒട്ടും തന്നെ കേൾക്കാറില്ല. ചിലപ്പോഴൊക്കെ അമ്മച്ചി വെച്ചിട്ട് പറയുക അതും വചനമല്ലേ, ഞാൻ എന്നിട്ട് വചനം എടുത്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അത് മനസ്സിലായത്? കർത്താവിന്റെ സഭയിൽ എനിക്കും ചേരാൻ യഥാർത്ഥ സന്ദേശം എനിക്ക് കേൾക്കാൻ പറ്റിയോണ്ട്. അതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ ഈ സഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സഭയോട് ആയിരുന്നു. സഭയിൽ വന്നു കഴിഞ്ഞു എനിക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഏറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ ആ പ്രയാസങ്ങളിലൂടെയൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുന്നു. അപ്പൊ എനിക്ക് ഈ പ്രയാസങ്ങളിലൂടെ ഞാൻ കുറെ കാലമൊക്കെ ജോലിയിലൊരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ജോലിയിൽ അങ്ങനെ മടുപ്പൊക്കെ കാണിച്ച് അങ്ങനെ സാമ്പത്തികമായിട്ടും എനിക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷെ ഞാൻ സഭയിലൂടെയൊക്കെ വന്നപ്പോഴേ അത് അധ്വാനിച്ചുകൊണ്ട് വേണം. ഞാനിപ്പോ ഈ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ആ ബുദ്ധിമുട്ടുകളെ അല്ലെ ആ പ്രയാസങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല. ഞാൻ ഈ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നമ്മൾ ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം പോലെ ആ സ്തോത്രത്തിൽ കവിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റിയത് അത് എനിക്ക് ആ ദൈവസഭയിൽ നിന്ന് കിട്ടിയ ആ ഉപദേശത്തിന്റെ ആ ഒരു കൃപയാണ്. ആ ഉപദേശത്താലാണ് എനിക്കത് സാധ്യമായത്. കാരണം നമ്മൾ എന്താ പറഞ്ഞത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കും. അപ്പൊ ആ കൂട്ടായ്മയിൽ എനിക്ക് ഇരിക്കാൻ ഒത്തതാണ്. അതുപോലെ തന്നെ അവനിൽ വേരൂന്നിയും ആത്മീയവർത്തനവും പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം. കണ്ട, അപ്പൊ ആ ഉപദേശം അത് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്വസ്ത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിക്കും. കണ്ട, അപ്പൊ ഉപദേശത്തിന് ഒത്തവണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കാൻ പറ്റത്. അപ്പൊ എനിക്ക് ഈ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആ സ്തോത്രത്തിൽ കവിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റിയത് കർത്താവ് നമ്മളെ ഈ സഭയോട് ചേർത്തത് കൊണ്ടാണ്. ആ ഉപദേശത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പൊ ഉപദേശം സഭയിൽ നിന്ന് ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പല ഇപ്പൊ വിശ്വാസികളും ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പറയുന്ന പോലെ പിറുപിറുപ്പും പരാതികളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കർത്താവിൽ നിന്ന് തന്നെ അകന്നു പോകും. അപ്പൊ യഥാർത്ഥമായ ഒരു ഉപദേശം നമ്മൾക്ക് ലഭിച്ചതും ആ ഒരു ഉപദേശത്തിൽ നിലനിൽക്കാൻ സാധിച്ചതുമാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു സഭ കർത്താവ് പണിതനുമാണ് ഇന്ന് നമ്മൾ കർത്താവിന് സ്തോത്രം പറയുന്നത്. അത് തുടർന്നും നമ്മൾക്ക് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഇനി അതേപോലെയുള്ള നമുക്ക് സഭയിലെ മൂപ്പന്മാരെയൊക്കെ കർത്താവ് ആ യഥാർത്ഥമായ രീതിയിലൊക്കെ ഉപദേശിക്കുന്ന മൂപ്പന്മാരെ തന്ന പോലെ ഇനിയും ഉള്ള തലമുറ, അങ്ങനെയുള്ള ഒരു തലമുറ എഴുന്നേൽക്കാനും ഇനിയും കർത്താവിന്റെ വരവ് വരെ സഭയിൽ ഇതേപോലെ തന്നെ സത്യോപദേശത്തിൽ നമുക്ക് നിലനിൽക്കാനും അങ്ങനെയുള്ള ഒരു തലമുറ എഴുന്നേൽക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി എനിക്കറിയാം, ഞാൻ എന്നെ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ചേട്ടന്, അതായത് വാസ്ലിക്ക്, പിന്നെ അവർക്ക് ഞങ്ങളുടെ തന്നെ ബന്ധു വീട്ടിൽ ചെല്ലുമ്പോഴും അവര് അതും ഇതുമൊക്കെ പറയും. എന്തു പറയും? നിങ്ങൾ അവരെ അങ്ങനെ കൊണ്ടുപോയതാണ് തരം. ഞങ്ങളുടെ വീട്ടിലും ചേട്ടനും അപ്പച്ചനും ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹവും സഹകരണവും ഒക്കെ ആയിരുന്നു. അമ്മച്ചി ചേട്ടൻ വരുമ്പോൾ അപ്പച്ചന് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ടുപോയത് കാരണം
ചേട്ടന് വീട്ടിലും വരാൻ പ്രയാസം. പിന്നെ അവർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയതിന്. അപ്പൊ കണ്ട, ഒരാളെ രക്ഷിച്ച് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഒരാൾ നേരിടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വരാൻ എപ്പോഴും ഞങ്ങൾ പോരാനായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രയാസം തട്ടിയപ്പോൾ ഇവരെപ്പോഴും ഒക്കെ വരികയും ചേട്ടനൊക്കെ എപ്പോഴൊക്കെ വരികയൊക്കെ ചെയ്യുന്നിട്ട് ചേട്ടന് വരാൻ തന്നെ ഒരു പ്രയാസമായി. ആരും പ്രാർത്ഥനയ്ക്ക് വന്ന കാരണം അപ്പത്തിനൊക്കെ എന്തെങ്കിലും പറയുക. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവരുടെ ചേട്ടൻ ചേട്ടത്തിയും പോയിട്ട് അതിന്റെ പുറകെ നമ്മൾ പോയതാണ്. അതേപോലെ തന്നെ ചേട്ടൻ അവരുടെ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരും പറയുന്നത് തന്നെ, നിങ്ങൾക്ക് അവർക്കൊരു പ്രയാസം ഉണ്ടായപ്പോൾ നിങ്ങൾ ധൃതിക്ക് അവരെ ആ ഒരു നിലയെ കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഉപദേശിക്കാനും അല്ലെ അവർ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. സ്നേഹിക്കാനും നമ്മളെ പുന്നപ്രലാദ് സന്തോഷ്, നമ്മുടെ ഗൾഫിൽ പോയ സന്തോഷം ഇതുപോലെ വീട്ടിൽ വരികയും എന്നോട് കുറേ ഈ കാര്യമൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ സംസാരിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അളിയനെ എന്തോ മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ദൈവകാര്യം പറഞ്ഞ പുള്ളിക്കാരനെ അത് എന്തോ ഇങ്ങനെ നമ്മൾ അത് ഈ പള്ളിയിൽ നിന്നൊക്കെ മാറിയത് കൊണ്ടായിരിക്കും പുള്ളിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെ വീട്ടിൽ അമ്മച്ചിയൊക്കെ വിളിച്ച് ചേച്ചിനെയൊക്കെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നിട്ട് ഞാൻ ചോദിച്ച് ഈ ചേട്ടനൊക്കെ അങ്ങനെ തട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ പരിചയവും എന്നേൽ മുമ്പേ ബന്ധമുള്ള നിങ്ങളുമായിട്ടല്ലേ, അങ്ങനെയാണെങ്കിൽ അവരെ ആദ്യം കൊണ്ടുപോകേണ്ടത് നിങ്ങളല്ലേ, എന്തുകൊണ്ടാണ് എന്നിട്ട് അവരുടെ തട്ടിപ്പിൽ നിങ്ങൾ വീഴാതിരുന്നത്? ഏറ്റവും കൂടുതൽ ഞങ്ങളിൽ കൂടുതൽ സഹകരണം ഇവിടെയാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ തട്ടിപ്പിൽ വീഴാതിരുന്നത്? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിൽ കൂടുതൽ ബുദ്ധിക്ക് ഞങ്ങൾക്ക് വല്ല കുഴപ്പം ഉണ്ടായിട്ടാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഏർപ്പാടല്ല. അങ്ങനെ വീഴണമെങ്കിൽ നിങ്ങളാണ് ആദ്യം വീഴേണ്ടത്. ദൈവം അനുവദിച്ചിട്ടാണ് ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ദൈവത്തെ അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. വീട്ടിലും കുറേ അധികം നാളെടുക്കേണ്ടി വന്നു. പിന്നെ ഒന്ന് അപ്പച്ചനെ അമ്മച്ചനെയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട്. അപ്പോൾ പിന്നീട് ഈ സന്തോഷം ഞാനങ്ങനെ എന്നെ ഇങ്ങനെ പറഞ്ഞ ആളല്ലേ എന്ന് കരുതി ഒന്നും ഞാൻ അയാളെ വിളിക്കാതെയും പറയാതെയും ഒന്നും ഇരുന്നില്ല. അത് കഴിഞ്ഞ് ഈ സന്തോഷം ഗൾഫിൽ പോയിട്ട് ഞാൻ ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു. വിളിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സന്തോഷം അവിടെ ഒരു സഭയിലൊക്കെ പോയി പ്രാർത്ഥനയ്ക്ക് പോയി. ഈ നമ്മുടെ കൂടെ ഒരിടക്ക് വന്നപ്പോൾ അവിടെ ദാസമ്പ്രദന്റെ വീട്ടിലായിരുന്നപ്പോൾ ഒരു മീറ്റിങ്ങിനൊക്കെ വരികയും ചെയ്തായിരുന്നു. പുള്ളിക്കാരനെ ഇപ്പോൾ ദൈവത്തെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത്, നമ്മളെ ഇന്ന് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത് കർത്താവ് നമ്മളെ ഈ സഭയിലൂടെ കേൾപ്പിക്കുന്ന ആ സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശത്തിൽ നമ്മൾ ഉണർന്നിരുന്ന് ആ ദൈവത്തിൻ്റെ വചനം നമ്മളത് ശ്രവിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിലൂടെയാണ് കൂടുതൽ നമുക്ക് ദൈവമായിട്ടുള്ള അടുപ്പം നമ്മളെ ആത്മാവിനാൽ നിറച്ച് നമുക്ക് ആ ബോധ്യമൊക്കെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിലും ഒരാഴ്ച നമ്മൾക്ക് ദൈവ വചനം തരുന്നത് ആ സന്ദേശത്തിലൂടെ. കാര്യം വഴിതെറ്റിക്കാൻ ഈ ലോകത്ത് ഒത്തിരി കാരണങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഒരാഴ്ചയും നമുക്ക് കർത്താവ് തരുന്ന ആ ഒരു ദൈവനം, അത് ബ്രദർ എപ്പോഴും പറയുന്നില്ല, അത് പുതിയത് തന്നെയാണ്. അത് എപ്പോഴും അതിന് വിലമതിക്കുകയും അതനുസരിച്ച് നടക്കുകയൊക്കെ ചെയ്യണം. പ്രാരംഭമായിട്ട് ചിന്തിച്ചതുപോലെ കൊളോസ്യർ 2-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ നമ്മൾ കണ്ടു ഇല്ലേ? 5, 6, 7 വാക്യങ്ങൾ. നമ്മളതിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ അവസാനം സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ എന്നുള്ള ആ ഒരു ഫ്രേസ്, അത് ഞാൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ മീറ്റിംഗ് തുടങ്ങാൻ നേരത്ത് ഈ ഒരു വാക്യം സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും, ഓവർഫ്ലോയിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ ആദ്യം വന്നപ്പം മൈക്ക് സ്പീക്കറിന്റെ പ്രോബ്ലം, അപ്പൊ ഈ ഒരു വാക്യം പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ വന്നു. മാത്രമല്ല, ഇന്ന് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം കേൾക്കാൻ തുടങ്ങിയ പാട്ട് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നതാ, നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എന്നുള്ള ആ ഒരു പാട്ടായിരുന്നു ആദ്യം തുടക്കത്തിൽ വന്നത്. അപ്പൊ ആ കാര്യം ഇങ്ങനെ അത് തന്നെ ബ്രദർ ആ വചനഭാഗത്തിന് ആ ബ്രദർ കൊളോസ്യർ 2 പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ വാക്യത്തിലോട്ടാ വരുന്നതെന്നുള്ള കാര്യം അറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു ദൈവാത്മാവിന്റെ ആ ഒരു ശബ്ദം നമ്മളെല്ലാവരും കേട്ടോ. 24 വർഷമായിട്ട് ഇവിടെ ആലപ്പുഴയിൽ ഇവിടെ ഒരു സഭ ദൈവം സ്ഥാപിച്ചു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാത്ത പാതാള ഗോപുരങ്ങളെയും ജയിക്കുന്ന ഒരു സഭ ഇവിടെ കർത്താവ് സ്ഥാപിച്ചതിൽ നമ്മള് ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് കർത്താവിനെ നോക്കി നമ്മൾ എത്ര പേര് നിന്ന് നന്ദി പറഞ്ഞു.
നമ്മൾ ശരിക്കും ആ നന്ദി സ്തോത്രം എന്നൊക്കെ ചിലപ്പം നമ്മൾ വാഗൊണ്ടത്തിലേക്കും പറയും, ഇനിയിപ്പോൾ എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞാലും നമ്മൾ പറയും. പക്ഷെ നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ട്, പിതാവിനെ നോക്കിക്കൊണ്ട്, യേശുവെ ഇവിടെ കർത്താവ് ഈ ആലപ്പുഴയുടെ പ്രദേശത്ത് അങ്ങ് ഇവിടെ ഒരു സഭ സ്ഥാപിച്ചതിനായിട്ട് നന്ദി കർത്താവേ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ പൊന്നമ്പേറെന്ന് കേട്ടു ആ ഒരു പല ദുരുപദേശത്തിന്റെ കാറ്റും. ഇവിടെ ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിന് അതിന്റെ തൊട്ട് മുമ്പ് തൊട്ട് താഴെ അതേ പറയുന്നത്. ഇപ്പൊ കൊളോസ്യർ 2:5 മുതൽ 7 വരെ നമ്മൾ കേട്ടത്. അതിന്റെ 4-ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ തൊട്ട് മുമ്പ് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാനിത് പറയുന്നു. അപ്പൊ കൊളോസ്യ സഭയിൽ ഒത്തിരി വശീകരണ വാക്കും ഒത്തിരി ദുരുപദേശ കാറ്റുകളെല്ലാം വന്ന് വീശാൻ തുടങ്ങി. അതിന്റെ തൊട്ട് താഴെ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ദീസ് ടു. ഇപ്പൊ സാൻഡ്വിച്ച് എല്ലാവർക്കും അറിയത്തില്ലേ? സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെഡ് അപ്പുറവും ഇപ്പുറവും ഉണ്ട്, അതിന്റെ ഇടയിൽ കട്ട്ലറ്റ് എന്താ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉറക്കമൊക്കെ വളർന്നു. അപ്പൊ സാൻഡ്വിച്ച്, ഇപ്പൊ ഇത് സാൻഡ്വിച്ച് ചെയ്തേക്കും. ഇപ്പൊ നമ്മൾ കണ്ട വചനഭാഗം 5 മുതൽ 7 വരെ നമ്മൾ കണ്ടു. കൊളോസ്യർ 2:5 മുതൽ 7 വരെ. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള സാൻഡ്വിച്ചിന്റെ ബ്രെഡ് ഏതാ? കട്ട്ലറ്റ് ഇപ്പൊ കഴിച്ചു. സാൻഡ്വിച്ചിന്റെ ബ്രെഡ് ലോഫ് എന്താന്ന് വെച്ചാൽ 4-ാമത്തെ വാക്യത്തിൽ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങൾ ചതിക്കാതിരിക്കുവാൻ ഞാനിത് പറയുന്നു. പിന്നെ 8-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ? അവിടെയും പറയുന്ന തത്വജ്ഞാനവും വെറും വചനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അങ്ങനെ പറയുന്നതിന്റെ ഇടയിലാണ് പൗലോസ് അവരോടുള്ള അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, ശരിയാണ് ഇവർക്ക് ഒത്തിരി ദുരുപദേശ കാറ്റൊക്കെ വന്നു. നമ്മൾ ഇതിന്റെ ആ പശ്ചാത്തലമൊക്കെ, ആ കൊളോസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലമൊക്കെ നമ്മുടെയൊക്കെ ബൈബിളിലെ മിക്കവരുടെയും ബൈബിളിലൊക്കെ അതിന്റെ ഒരു പശ്ചാത്തലം കാണുമായിരിക്കും. അവിടെ പൗലോസ് എഫേസസില് 3 വർഷം തങ്ങിയൊക്കെ ശുശ്രൂഷ ചെയ്തതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ, ആ എപ്പഫ്രാസിലൂടെയാണ് ഇവര് കർത്താവിന്റെ വചനം കേട്ടത്. ഈ കൊളോസിയിലുള്ള സഭ, അവിടെ കൊളോസിയിലുള്ള സഭ ഒരുപക്ഷെ എപ്പഫ്രാസിലൂടെ സ്ഥാപിക്കപ്പെട്ടതായിരിക്കാം എന്നാണ് നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കുന്നത്. കൊളോസിയർ 1:7 പ്രിയ സഹഭൃത്യനായ എപ്പഫ്രസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് നിങ്ങൾ കൊളോസ്യർ 1:7 വാക്യത്തിൽ ഇത് നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ വായിച്ച വചനത്തിലും നമ്മൾ എന്താ വായിച്ചത്? ജസ്റ്റ് ആസ് യു വർ ഇൻസ്ട്രക്റ്റഡ് 7-ാമത്തെ വാക്യത്തില് നിങ്ങളെ ഉപദേശിച്ചു തരുന്നതിന് ഒത്തവണ്ണം. അപ്പൊ ഈ എപ്പഫ്രാഡിറ്റസ് വേറെയുണ്ട്. അത് ഫിലിപ്പിയ ലേഖനം 2-ന്റെ അവസാനം നമ്മൾ വായിക്കുന്നത് എപ്പഫ്രാസ്. ഇത് എപ്പഫ്രാസിനെ കുറിച്ച് തന്നെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, കൊളോസ്യർ 4:12 ഈ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കരുതലുള്ളവനാണെന്നൊക്കെ 12-ഉം 13-ഉം വാക്യത്തിലൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പേരുടെ കയ്യിൽ ഈ ലേഖനം കൊടുത്തുവിടുന്നത് റോമിലെ കാരാഗ്രഹത്തിൽ, റോമൻ ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത്. റോമിലെ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് പൗലോസ് എഴുതുക. പൗലോസ് ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാവുന്നത്. എങ്കിലും പൗലോസ് ശരിയാണ്, ഇവർക്കാണെങ്കിൽ കുറച്ച് രഹസ്യ ജ്ഞാനവാദവും അങ്ങനെയൊക്കെയുള്ള പല ദുരുപദേശങ്ങൾ, അതായത് വസ്തു തിന്മയാണ്, പിന്നെ പല യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾ, ശബ്ദത്തെ ആചരിക്കുന്നതിന്റെ കാര്യത്തിലും ഒക്കെ പല പെരുന്നാളും അങ്ങനെയൊക്കെയുള്ള പല ദുരുപദേശങ്ങൾ. ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്ത് നോക്കിയാൽ ഒത്തിരി ദുരുപദേശ കാറ്റുകളൊക്കെ ഉള്ളതിന്റെ കൂട്ടത്തിലാണ് ദൈവം ഇവിടെ ഒരു സത്യവചനം പറയുന്ന ഒരു സഭ ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പല ദുരുപദേശ കാറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പം പൗലോസ് ഒരു ആത്മീയ പിതാവ് എന്ന നിലയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, ആദ്യം അവരെ ഒന്ന് എൻകറേജ് ചെയ്തുകൊണ്ട് പറയുക. ഞാൻ എന്താ എൻകറേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒഴിവാക്ക് പറയുമല്ല, എൻകറേജ് ചെയ്യാൻ അവർക്ക് അതുപോലെ ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നേ? കൊളോസ്യർ 2:5 നമ്മൾ വായിച്ചു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണ്, ഇവിടെ ഞാൻ ജയിലിൽ കിടക്കുക, എങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി അവസാനം എഴുതിയിരിക്കണം സന്തോഷിക്കുന്നു, കണ്ട് സന്തോഷിക്കുന്നു. ആത്മാവിലായി റിജോയ്സ് ഇൻ മൈ സ്പിരിറ്റ്. അതായത് സഭ യഥാർത്ഥത്തിൽ ആത്മാവിന്റെ തലത്തിലാണ് പണിയപ്പെടുന്നത്. ശരീരങ്ങൾ ശരിയാണ്, നമ്മളിവിടെ എല്ലാവരും കൂടി വരുന്നു, നമുക്ക് ഒരുമിച്ച് കേൾക്കണം, കൂട്ടായ്മ വേണം, അതെല്ലാം ശരീരങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള മനുഷ്യർ, അതുകൊണ്ടാണല്ലോ ഫിസിക്കൽ മീറ്റിംഗ് ആയിട്ട് നമ്മൾ എല്ലാവരും വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവില് പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഓരോരുത്തരുടെ ആത്മാക്കളെ ചേർത്ത് പണിയുക ചെയ്യുന്നത്. അപ്പൊ ആത്മാവ് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ സന്തോഷിക്കുക. എന്തുകൊണ്ട് സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്രമം, നിങ്ങളുടെ ഓർഡർ, നിങ്ങളുടെ ഗുഡ് ഡിസിപ്ലിൻ എന്നൊക്കെയാണ് NASB എഴുതിയിരിക്കുന്നത്. KJV-യിലൊക്കെ ഓർഡർ, ടാക്സസ് എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്ക്. അതായത് നിങ്ങളുടെ ഓർഡർ, അതായത് എല്ലാവരും നല്ല നടപ്പ്, അല്ല ശരിയായ ജീവിതം, ചിട്ടയായ ജീവിതം, ആ ഒരു ടാക്സോണമി എന്നൊക്കെ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലാസിഫിക്കേഷനെ പറയുന്നതിനാ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ആ ടാക്സസ് എന്നുള്ള വാക്ക്, അതായത് ഓർഡർ, നിങ്ങൾ എല്ലാവരും ക്രമോചിതമായിട്ട് സഭ നടക്കട്ടെ എന്നൊക്കെ 1 കൊരിന്ത്യർ 14-ന്റെ 40-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോഴും അവിടെ ഈ ടാക്സസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഓർഡർ, നിങ്ങളുടെ ആ ഓർഡർ ശരിയാണ്. അവർക്ക് ചില ദുരുപദേശക്കാറ്റൊക്കെ അടിച്ചു, പക്ഷെ എങ്കിലും അവർക്ക് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെതായിട്ടുള്ള പല ഓർഡറും കാര്യങ്ങളും, ഒരു ക്രമം കെട്ട എന്തെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരു കുത്തഴിഞ്ഞൊരു ജീവിതം മാതിരിയാണോ, അതോ ഒരു
അച്ചടക്കമുള്ള ഒരു ഓർഡറുള്ള ഒരു ക്രമമുള്ള ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതത്തിൽ? പരിശുദ്ധാത്മാവാണ് നമ്മളെ ക്രമീകരിക്കുന്നത്. കർത്താവിന്റെ ആ ജീവനുള്ള പാതയിൽ, ക്രൂശിന്റെ പാതയിൽ, പുതുതൻ ജീവനുമായിട്ടുള്ള വഴിയിൽ, ക്രൂശിന്റെ പാതയിൽ ആണ് നമ്മൾ ഓർഡറായിട്ട് ഒരു മിലിറ്ററി റാങ്കിൽ നമ്മൾ ഓർഡറായിട്ട് പോകുന്നത് പോലെ പോകണ്ടേ. എന്നാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ ഈ ഓർഡറൊക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിള്ളേർ നിങ്ങളിനിപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് അസംബ്ലി ലൈൻ എന്ന് പറയുമ്പോൾ എല്ലാം ഓർഡർ എന്ന് പറയും ടീച്ചർമാരില്ലേ. ഒത്തിരി ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടീച്ചർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കേ. ഓർഡർ ചില ആ ഒരു ക്രമം, അതുപോലെ ആ ഒരു ലൈൻ, അതുപോലെ നമ്മൾ കർത്താവിന്റെ ആ വഴിയിൽ തന്നെ, കർത്താവ് പോയ ചുവടുകളിൽ തന്നെ നമ്മൾ കർത്താവ് എന്റെ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കർത്താവിന്റെ പിറകെ നമ്മൾ ആ ഒരു ഓർഡറിൽ നമ്മൾ പോകുന്നത്. അങ്ങനെ നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത, അവിടെ വിശ്വാസം അവിടെ ആടി ഒലഞ്ഞു പോകുന്ന ഒരു വിശ്വാസമല്ല. ശിശുക്കളെ പോലെ നിങ്ങളുടെ ആടി ഒലഞ്ഞു പോകരുത്, ദുരുപദേശത്തിന്റെ കാറ്റിനാലും വഞ്ചനയാലും ആടി ഒലഞ്ഞു പോകരുതെന്ന് എവിടെ പറയുന്നത്? എഫേസ്യർ 4:13 ശിശുക്കളെ പോലെ ആയിരിക്കരുതെന്ന് പറയുമ്പോൾ ആടി ഒലഞ്ഞു പോകരുത്, മറിച്ച് നിങ്ങൾ വേരൂന്നണം, സ്നേഹത്തിൽ വേരൂന്നണമെന്നൊക്കെ അവിടെ എഫേസ്യർ 3:17 പറയുന്നതുകൊണ്ടൊക്കെ അതേ വാക്ക് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. 7ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. ആ ഒരു വേരൂന്നുന്ന കാര്യം എന്താ വായിച്ച? അവനിൽ വേരൂന്നിയും, കർത്താവിൽ വേരൂന്നി, കർത്താവിൽ വേരൂന്നുന്ന കാര്യം ഇവിടെ 7ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നുള്ള അതേ വേരൂന്നുക എന്നുള്ള അതേ റിസോ എന്ന് പറഞ്ഞ അതേ ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ 2 ഉപയോഗിച്ചിട്ടുള്ളൂ ഗ്രീക്കിൽ. അതൊന്ന് ഈ കൊളോസ്യർ 2:7 മറ്റേത് എഫേസ്യർ 3:17 സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നിയാലേ നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും TV-യിൽ ഒരു പ്രീച്ചർ അത് പറയുമ്പോൾ അത് അങ്ങോട്ട് പോകും, വേറൊരു പ്രീച്ചർ ഇങ്ങോട്ട് പറയും ഇങ്ങോട്ട് പോകും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അത് പറയുമ്പോൾ അങ്ങോട്ട് പോകും, പിന്നെ നമ്മുടെ നാട്ടുകാർ ഇത് പറയുമ്പോൾ ബന്ധുക്കൾ വിളിച്ച് കളിയാക്കും, അവര് മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണിക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ളത് വരുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സൈക്കട്രിസ്റ്റിന്റെ അടുത്ത് പോയി കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ വിശ്വാസത്തിലെ സ്ഥിരതയില്ലാതെ ആടി ഒലഞ്ഞു പോകാനൊരു സാധ്യതയുണ്ടെന്ന്. കർത്താവിൽ വേരൂന്നുമ്പോഴാണ് ഇപ്പം കാറ്റും കോളും ഒക്കെ അടിച്ചപ്പോഴത്തേക്കും കുറെ മരങ്ങളൊക്കെ വേരൊക്കെ അട്ടുപോയ ചിലപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഉണ്ടായ മരങ്ങളാണ് ചിലത് വീണത്. പക്ഷെ വേരങ്ങ് അളിഞ്ഞ് അട്ടുപോയി. പുറമേ നോക്കിയപ്പോൾ ഒന്നും ആ മരത്തെ കാണാൻ പറ്റില്ല. പക്ഷെ അടിയിലുള്ള വേര് എല്ലാം അങ്ങ് ദ്രവിച്ച് പോയി. അതാ കാറ്റ് വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ ടപ്പെന്നും പറഞ്ഞ് കുറെ മരങ്ങൾ വീണേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള വിശ്വാസത്തിലുള്ളവരായിരിക്കും, ഒത്തിരി ആഴത്തിൽ വേരും പോയി കാണും. പക്ഷെ ഇപ്പൊ ആ വേരൊക്കെ അട്ടുപോകാനുള്ള ഒരു സാധ്യത, അതായത് നമ്മളുടെ സ്വയത്തിൻ്റെതായ സ്വന്തം ഇഷ്ടം, എന്റെ ഇഷ്ടം, എന്റെ പ്രയോറിറ്റി, എന്റെ മുൻഗണന അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നമ്മളുടെ ക്രിസ്തുവിലുള്ള ആ ഒരു വേര് അട്ടുപോകാതെ നമ്മളെ യഥാർത്ഥത്തില് കർത്താവിൽ തന്നെ, കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നി, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ എന്നുള്ള ആ വാക്യമൊക്കെ ഞങ്ങൾ കായംകുളത്ത് അവിടെ യോഹന്നാൻ 15:9 കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ കണ്ടു. അതായത് പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ, എന്റെ സ്നേഹത്തിൽ വേരൂന്നുവിൻ. അതാ എഫേസ്യർ 3:17 വേരൂന്നുക. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിൽ തന്നെ വേരൂന്നിയാലേ നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ 6ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവനോടുള്ള കൂട്ടായ്മയിൽ അവനിൽ അങ്ങ് നടക്കുവിൻ. ശരിക്കും അവനിൽ നടക്കുവിനേ ഉള്ളൂ. മലയാള പരിഭാഷയിൽ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞേക്കാം. അവനോടുള്ള കൂട്ടായ്മയിൽ അവന് നടക്കുക എന്ന് പറഞ്ഞാൽ അവനുള്ള കൂട്ടായ്മയിൽ നടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സജിബ് ആദ്യം പറഞ്ഞപ്പം കേട്ടതുപോലെ, അതായത് ഏത് സാഹചര്യത്തിലും കർത്താവ് കൂടെ ഉണ്ട്. ശരിയാണ്, നമ്മളിപ്പോൾ യാത്രയിൽ ഇങ്ങോട്ട് വന്നപ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുന്നു, അവിടെ ആരുണ്ട്? നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവ് അവിടെ തന്നെ ഉണ്ട്. കർത്താവ് ഇവിടെ വിട്ടിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ, നമുക്ക് രോഗാവസ്ഥകളോ ചില ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വരുന്നു, അവിടെ ആരുണ്ട്? കർത്താവ് കൂടെ ഉണ്ട്. അപ്പം കർത്താവിനെ കൈക്കൊണ്ടതുപോലെ അവനിൽ നടക്കുമെന്ന് പറയുമ്പോൾ അത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും. വെച്ചാൽ നമ്മൾ കർത്താവിനെ കൈക്കൊള്ളാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപവാസം ഇരുന്നോ, അല്ലെങ്കിൽ നമ്മൾ മുട്ടുമേ മല കയറിയോ, അല്ലെങ്കിൽ ആണിമേ കിടന്നോക്കെയാണ് കർത്താവിനെ കൈക്കൊണ്ടേ. നമ്മളുടെ സ്വന്തമായിട്ടുള്ള നല്ല പ്രവൃത്തികളോ, നമ്മൾ എത്ര കുർബാന സ്വീകരിച്ചാലോ, എത്ര പെരുന്നാൾ ആഘോഷിച്ചാലോ, എത്ര തവണ പള്ളിയിൽ പോയാലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളായിട്ട് എന്തൊക്കെ സ്വയത്തിലുള്ള എന്തൊക്കെ അധ്വാനങ്ങളോ നല്ല പ്രവൃത്തികളോ ഒക്കെ ചെയ്തിട്ടോ ഒന്നും പറ്റത്തില്ല. ഞാനൊരു പാപിയാണ് കർത്താവേ, ഞാൻ നരകത്തിന് മാത്രം യോഗ്യനാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റല്ലോ എന്നുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ലളിതമായ വിശ്വാസത്തിലാണ് നമ്മൾ യേശുവിനെ അങ്ങ് ഹൃദയത്തിൽ കൈക്കൊണ്ടേ. അപ്പോൾ കർത്താവിനുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ അതേ സിമ്പിൾ ആയിട്ടുള്ള വിശ്വാസം മതി. നമ്മളുടേതായ എന്തെങ്കിലും ഞാനായിട്ട് ഇനിയിപ്പം വിശുദ്ധനായിട്ട് ജീവിക്കാൻ വേണ്ടി എൻ്റെ സ്വയമായിട്ടുള്ള എന്തോ കുറച്ചൊരു കാര്യങ്ങളും കൂടെ വേണ്ട, മറിച്ച് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി സമർപ്പിച്ചാൽ മതി. അവിടെ വിശ്വാസത്തിന് ഒരു ഘടകമായിട്ട് വിധേയപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിന്ന് കേട്ടു. ആ ഒരു കർത്താവിന്റെ ആ വചനത്തിന് ഞാനങ്ങ് വിധേയപ്പെട്ട് കൊടുത്താൽ മതി. കർത്താവേ,
ഓരോ സമയത്തും കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, ഇവിടെ ഞാനല്ല ജീവിക്കേണ്ടേ, ക്രിസ്തുവായി ഈ സാഹചര്യത്തിൽ ജീവിക്കേണ്ടത്. ഇവിടെ ശരിയാണ്, നമ്മൾ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോൾ ബന്ധുക്കളുടെ ഇടയിലായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പം പല വിധത്തിലുള്ള ചില ഇടങ്ങളിലൊക്കെ ഒരു പ്രയാസമുള്ള സാഹചര്യത്തിൽ വരുമ്പം അവിടെ കർത്താവ് ഞാൻ കർത്താവിനെ കൈക്കൊണ്ട് ആ അതേ ലാളിത്യത്തോടുകൂടി ഇവിടെ കർത്താവ് അങ്ങനെയുള്ള കൂട്ടായ്മയിൽ എനിക്ക് നടക്കണം. കർത്താവെ അവിടുന്ന് എന്നെ സഹായിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നടക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ 7ാമത്തെ വാക്യത്തിൽ വായിച്ചു. അതും കൂടെ പറഞ്ഞു നിർത്തുക. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവും പ്രാപിച്ചു. ഡൗൺ ആൻഡ് അപ്പ്, അത് അവിടെ കാണുന്നത്. അപ്പ് ആൻഡ് ഡൗൺ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ ഡൗൺ ആൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ വേരൂന്നണം, താഴോട്ട് വേരൂന്നുമ്പോൾ സ്നേഹത്തില് കർത്താവിലെ ആഴത്തിൽ ഇത്രമാത്രം വേരൂന്നുന്നോ അതിനനുസരിച്ച് നമ്മൾ ആത്മീയ വർധനവ് പ്രാപിക്കും. പറഞ്ഞാല് അത് റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് എന്നാ ഇംഗ്ലീഷില്. റൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ട് വേര് പോകും. അപ്പൊ എത്രമധികം താഴോട്ട് വേര് പോകുന്നു, എത്രയധികം നല്ല ആഴത്തിൽ അടിസ്ഥാനം ഇടുന്നു, അതിനനുസരിച്ച് വീടിന് എത്ര നല്ല വേണമെങ്കിലും കെട്ടാൻ വെക്കും. ഇപ്പൊ വലിയ ടവറ് മാളൊക്കെ പണിയുമ്പോൾ അവര് നല്ല ആഴത്തില് ഫൗണ്ടേഷൻ ഇടും. നമ്മളുടെ 1-2 നില പണിയുന്ന വീട് പോലല്ല, അവര് നല്ല മോളൊക്കെ പണിയുമ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ അത്രയും മേലെ അത്രയും നിലകൾ കെട്ടാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വേര് കർത്താവിന്റെ സ്നേഹത്തില് കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി, വേറെ ആരും ഈ ലോകത്തിൽ പാപിയായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും കർത്താവ് എനിക്ക് വേണ്ടി വന്ന് മരിക്കുമായിരുന്നു എന്നുള്ള ആ ഒരു കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ട് എന്നെ കർത്താവ് അതുപോലെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പോടെ ഞാൻ കർത്താവിന്റെ ആ സ്നേഹത്തിൽ അങ്ങ് വേരൂന്നും കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പരിശുദ്ധാത്മ എനിക്ക് അധികമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ സ്നേഹത്തിൽ വന്ന് നിറച്ച്, റോമർ 5:5 പറയുന്ന പോലെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ സ്നേഹം കൊണ്ട് നിറച്ച് ഞാൻ അധികം വേരൂന്നതിനനുസരിച്ച് എനിക്ക് മേലോട്ടുള്ള വളർച്ച. അങ്ങനെ ആകുമ്പോൾ ആ താഴോട്ടുള്ള വേര് ആരും കാണത്തില്ല. കർത്താവിന്റെ സ്നേഹം എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ള വേര് ചിലപ്പോൾ ആരും കാണത്തില്ല. പക്ഷെ ആൾക്കാർ കാണുന്നത് നമ്മളുടെ ആ സ്നേഹത്തിലുള്ള ആ ഒരു ആശ്രയത്തിൽ നമ്മൾ കർത്താവിനെ പോലെ ജീവിക്കുന്നു. എല്ലായിടത്തും നമുക്ക് സ്തോത്രത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, നമ്മളൊരു സ്ഥിരതയോടെ, നമ്മൾ കരുണയോടെ, ചില സമയത്ത് പാപത്തിനെതിരെ പാരമ്പര്യത്തിൽ നമ്മൾ താഴോട്ട് വേരൂന്നതിനനുസരിച്ചാണ് മേലോട്ടുള്ള വളർച്ച. അത് 7ാമത്തെ വാക്യത്തിൽ അവനിൽ യേശുവിൽ വേരൂന്നിയും ആത്മീയവർദ്ധനവും പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശം തരുന്നതിന് ഒത്തവണ്ണം. നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉപദേശം ആദ്യം പറഞ്ഞു അപ്പോസ്തല ശുശ്രൂഷയായിട്ട് സാഗ്ബറിന്റെ ഒരു മിനിസ്ട്രി നമ്മളുടെ മേലുണ്ട്. അതുപോലുള്ള ശരിയായ ഉപദേശം സഹോദരങ്ങളിലൂടെ, പിന്നെ ജോജി പേറും സാജു പേറും ജേക്കബ് പേറും ജോസൂട്ട് പേറും പൊന്നം പേറും ബാക്കി നമ്മുടെ സഹോദരങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ശരിയായ ഉപദേശത്തെക്കുറിച്ച്, ആ ഒരു ക്രൂശിന്റെ വഴിയെക്കുറിച്ച്, ഓരോ കാര്യത്തിലും വചനത്തിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു, വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് വിശ്വസിച്ചു എന്നുള്ള കാര്യമല്ല, വചനത്തിൽ എന്താ പറയുന്നത്, ആ വചനം അതുപോലെ തന്നെ എടുത്തുകൊണ്ട് അങ്ങനെ ഉപദേശിച്ച വണ്ണം നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ വായിക്കുന്നത്. അവന് വേരൂന്നി ആത്മീയവർദ്ധനമായി നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ച്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ ഉറക്കുന്നത്. വിശ്വാസത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് അതിന്റെ തൊട്ട് മുമ്പ് വായിച്ചതേ ഉള്ളൂ. വിശ്വാസത്തിൽ ഉറച്ച്, അതായത് വിശ്വാസവും ഈ ഒരു സ്നേഹവും എല്ലാം സ്നേഹത്തിൽ വേരൂന്നുന്നു, വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ഈ സ്നേഹവും വിശ്വാസവും. നമ്മുടെ മലയാളം ബൈബിളിൽ വിശ്വസ്തത എന്നാ, എനിക്ക് ബ്രദറിന്റെയൊക്കെ ബൈബിളിൽ അങ്ങനെ തന്നെയാണ് വിശ്വാസം. എനിക്ക് ജോസഫ് ബ്രദറിന്റെ ബൈബിളിൽ ഗലാത്യർ 5:22-23 പരിശുദ്ധാത്മാവിന്റെ 9 ഫലത്തിന്റെ കാര്യം വായിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത എന്ന് തന്നെയാണ് അല്ലേ. എന്നാൽ KJV-യിലും NKJV-യിലൊക്കെ വിശ്വാസം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിസ്റ്റസ് എന്ന് പറയുന്നത് വിശ്വസ്തത. സജുബറിന്റെ ബൈബിളിലും വിശ്വസ്തത എന്നായിരിക്കും അല്ലേ. ഓക്കെ, ഗലാത്യർ 5:22-23 അപ്പൊ ശരിക്കും വിശ്വസ്തത, പിസ്റ്റസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. അവിടെ വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മള് കൊളോസ്യർ 2:7 ഫെയ്ത്ത് എന്ന് എഴുതിയിരിക്കുന്നതിന് പിസ്റ്റസ് എന്നുള്ള ഏത് ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചത് അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് അവിടെ ഗലാത്യർ 5:22-23 വായിക്കുന്നത്. KJV-യിലും NKJV-യിലും നമ്മുടെ തമിഴ് ബൈബിളിലും ഒക്കെ വിശ്വാസം, ഫെയ്ത്ത് എന്ന ഈ ആത്മാവിന്റെ ഫലമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ മലയാളം സത്യവേദ പുസ്തകത്തിൽ NASB-യിലൊക്കെ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത എന്നുള്ള ട്രാൻസ്ലേഷൻ ഉണ്ട്. പക്ഷെ ഫെയ്ത്ത് എന്നാണ് ആ വാക്ക് ടിപ്പിക്കലായിട്ടുള്ള അതിന്റെ ട്രാൻസ്ലേഷൻ, ഫെയ്ത്ത് എന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിറയ്ക്കുമ്പോൾ അതിനോടൊപ്പം എന്തും നിറയ്ക്കും, വിശ്വാസവും നിറയ്ക്കും. കർത്താവിനുള്ള വിശ്വാസം, നമ്മൾ ആ വിശ്വാസത്തെ കുറിച്ചുള്ള 4 കാര്യങ്ങളൊക്കെ ഇന്ന് കേട്ടു. എന്താ? കർത്താവിനോടുള്ള ഒരു ധൈര്യം, കർത്താവിനുള്ള ഒരു ആശ്രയം, കർത്താവിനുള്ള ഒരു വിധേയത്വം, പിന്നെ കർത്താവിന് വിശ്വസ്തതയിലുള്ള നമ്മളുടെ ഒരു ആശ്രയവും ബലവും. ആ വിശ്വാസത്തിൽ ഉറച്ച് പിന്നെ എന്താ? സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിക്കും. സ്തോത്രത്തിൽ നമ്മൾ
നിറഞ്ഞ് കവിയണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ നിറയെ നന്ദിയൊക്കെ ഉണ്ട്, ഞാനത് പുറത്ത് പറയത്തില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ ചില അച്ഛനന്മാർ പറയല്ലേ, ഞങ്ങൾക്ക് ഹൃദയത്തിൽ വലിയ സ്നേഹമൊക്കെ ഉണ്ട് ഞങ്ങൾ, പക്ഷെ അത് പുറത്ത് പറയത്തൊന്നുമില്ല എന്ന് ചില എസ്പെഷ്യലി പഴയ ജനറേഷനുള്ള ചില അപ്പനമ്മമാരൊക്കെ പറയും. അപ്പം ഞാൻ അവരെ കൗൺസിലിംഗ് വരുമ്പോൾ നന്നായിട്ട് വഴക്ക് പറഞ്ഞ് തിരുത്ത്, അങ്ങനെയല്ല. അതായത് ഹൃദയത്തിലുണ്ടെങ്കിൽ അത് സംസാരിക്കുക. നിങ്ങൾ ഹൃദയത്തിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മക്കളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ, അവരോടൊരു ഇങ്ങനെ നല്ല വാക്ക് പറയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്തോ ഗുണമെന്ന് പലപ്പോഴും ചോദിക്കും. അപ്പൊ നമ്മളുടെ ഹൃദയത്തിന് സ്തോത്രം നിറഞ്ഞു കവിയണം. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നാ അവിടെ ദാവീദ് സങ്കീർത്തനം 23:5 പറയുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് സ്തോത്രത്തിന്റെ ആത്മാവ്. സ്തോത്രം എന്നുള്ള മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തുതി എന്ന പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ നന്ദി എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. വെച്ചാൽ ഒരു പക്ഷേ എനിക്കറിയത്തില്ല, നിങ്ങൾ ക്രിസ്തീയ പരമ്പരയുള്ളവർക്കൊക്കെ സ്തോത്രത്തിന്റെ വാക്ക് കുറച്ചുകൂടെ നന്ദി. ശരിക്കും യുക്കാരിസ്റ്റിയ, ഇംഗ്ലീഷിൽ ഗ്രാറ്റിറ്റ്യൂഡ്, യുക്കാരിസ്റ്റിയ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദവ താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന അതിന്റെ അർത്ഥം. നന്ദിയാൽ നിറഞ്ഞു കവിയുക, അത് നന്ദിയാൽ നിറയുന്നു എന്നന്തരം എന്നുള്ള പാട്ടൊക്കെ ഒരുപക്ഷെ ആ പാട്ടുകാരന് ആ വരിയിൽ നിന്നായിരിക്കും എടുത്തത്, ഓവർഫ്ലോയിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇതേ കൊളോസ്യറിൽ എഴുതിയേക്കുന്ന നന്ദിയെ കുറിച്ച് പറയുന്ന ഒരു വാക്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കൊളോസ്യർ 3:15 തൊട്ടടുത്ത അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നന്ദിയുള്ളവരായി ഇരിപ്പിൻ. എന്തിനാ നന്ദിയുള്ളവരായിരിക്കണ്ടേ? ക്രിസ്തുവിന് സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ, അതിനാലല്ലോ എന്നാ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കും. നമ്മളെ കർത്താവ് ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ ഏകശരീരമായിട്ട് ഇവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ഒരു 5.5 വർഷമായിട്ട് അവിടെ കായംകുളത്ത് ഞങ്ങൾക്ക് അവിടെ ആയിരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സഭയെ ദൈവം സ്ഥാപിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ ഒരു സമയത്തിന്റെ ഒരു കൃത്യതയിൽ കർത്താവിന് അവിടെ ഒരു കൂട്ടായ്മ ഉരുവാക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും കായംകുളത്തുള്ളവരും ഞങ്ങളും ആലപ്പുഴയിലെ ഈ ഒരു സഭയെ ദൈവം സ്ഥാപിച്ചതിലുള്ള ഒരു നമ്മളെ സഭയായിട്ട് ഏക ശരീരമായിട്ട് വിളിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് കർത്താവില് വേരൂന്നി നമ്മൾ വിശ്വാസത്തില് ഉറച്ച് ക്രമത്തോടെ നന്ദി നിറഞ്ഞു കവിയുന്നതായിട്ട് നമ്മുടെ ഹൃദയത്തില് പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പരിശുദ്ധാത്മാ നമ്മളൊന്ന് നിറഞ്ഞു കവിയുമ്പം, പരിശുദ്ധാത്മ നിറഞ്ഞു കവിയാനുള്ള ഒരേ ഒരു തടസ്സം എന്താ? ഗ്ലാസിന്റെ മേലിൽ ലിഡ് വെക്കുമ്പോഴാണ് ഇത് ഗ്ലാസ്സിലോട്ടൊന്നും പോവാതെ നിറഞ്ഞു കവിയാനൊക്കെ. അത് ലിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡവാദന തിരശ്ശീല. ചാക്ബേർ നമ്മൾ ഉദാഹരണം കേട്ടിട്ടുണ്ട്, ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ലിഡ് വെച്ചിട്ട് എത്ര വെള്ളം ഒഴിച്ചാലും ഉള്ളിലൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജഡം, നമ്മുടേതായ ചില സ്വയത്തിലുള്ള ചില ബലമാണ് നമുക്ക് നന്ദി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം നന്ദി നിറയ്ക്കാൻ തടസ്സമായിട്ടുള്ളത്. നമ്മളെ തന്നെ താഴ്ത്തി ഇന്ന് കർത്താവേ എന്റെ ഹൃദയത്തിൽ വീണ്ടും വണ്ണം ഒരു നന്ദി ഇല്ലല്ലോ കർത്താവേ, 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി, എന്നാൽ ഒരാൾ മാത്രമേ വന്ന് നന്ദി പറഞ്ഞുള്ളൂ. ലൂക്കോസ് 17 നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്കിന്ന് നന്ദിയുള്ളവരായിട്ട് ആ കുഷ്ഠരോഗിയാണ് രക്ഷിക്കപ്പെട്ടത്, ഇങ്ങനെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നതെന്നും കൂടെ അവനോട് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് 9 പേർക്ക് സൗഖ്യം മാത്രം കിട്ടി, ഇദ്ദേഹത്തിന് സൗഖ്യവും കിട്ടി, രക്ഷയും കൂടെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനോട് ഒന്ന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, അവിടുന്ന് സഭയായിട്ട് ഞങ്ങളെ ഏകശരീരമായിട്ട് വിളിച്ചിരിക്കുന്ന ഈ ഒരു ആലപ്പുഴയുടെ പ്രദേശത്ത് അവിടുന്ന് കർത്താവായിട്ട് വന്നങ്ങ് സഭ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ആരാ സ്ഥാപിച്ചേ? കർത്താവ് ചില സഹോദരങ്ങളെ ഇവിടെ സാജുബേറിനെയും ജഗുബേറിനെയും ജോസുബേറിനെയൊക്കെ ദൈവം ഇവിടെ കാലാകാലങ്ങളായിട്ട് ഒരുക്കിയത് കൊണ്ട് അവരെ ദൈവം ഉപയോഗിച്ചു അതിനായിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളോടും അവരോട് മാത്രമല്ല ബാക്കി എല്ലാ സഹോദരങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ ആയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സഭയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ സഹോദരങ്ങളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ സഹോദരിമാരോട് ഒരുപക്ഷെ ഉൾപ്പെറ്റി വന്നെന്ന് പറയാൻ വലിയ പ്രാഗൽഭ്യം ഇല്ലാത്ത എത്രയോ സഹോദരങ്ങൾ കാണുന്ന അവരോടെല്ലാം നന്ദിയുള്ളവരായിട്ട് ആയിരിക്കാൻ കൃതജ്ഞര്, നന്ദിയാൽ നിറഞ്ഞ് കവിഞ്ഞ് കർത്താവ് വീരൂന്നി ക്രമത്തോടെ വിശ്വാസത്തിൽ ഉറച്ച് അതുപോലെ നന്ദിയാൽ നിറഞ്ഞ് കവിയുന്നവരായിട്ട് കർത്താവിന്റെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഈ സഭയെ ഇന്ന് കാണുമ്പോൾ എല്ലാവരുടെയും ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് കവിയുന്നതായിട്ട് കാണുവാണെങ്കിൽ അത് കർത്താവിന്റെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. കർത്താവ് അത് നമ്മുടെ ഹൃദയത്തിൽ ആ നന്ദിയാൽ നിറയ്ക്കേണ്ടത് നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് കർത്തൃമേശ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ച് യോഗ്യതയുള്ളവരായി പങ്കെടുക്കാനുള്ള നമ്മുടെ ഇന്നത്തെ യോഗ്യത, ഇന്ന് നമ്മൾ ഇപ്പോൾ സന്ധി പറഞ്ഞു നിർത്തി നമുക്ക് നന്ദിയുള്ളവരായി, നന്ദി നിറഞ്ഞ് കവിയുന്നവരായി ഇത് അതായിരിക്കട്ടെ നമ്മുടെ യോഗ്യത. നന്ദിയുള്ളവരായി, നന്ദി നിറഞ്ഞ് കവിയുന്നവരായി നമുക്ക് ഇതിൽ നിന്ന് പങ്കെടുക്കണം. അങ്ങനെയുള്ളവരെ ഇതിൽ നിന്ന് പങ്കെടുക്കാവൂ എന്ന് ഞാൻ പറയാം. കാര്യം ഹൃദയത്തിൽ നന്ദി വരുന്നതിന് മുമ്പ് അതിലേക്ക് വരുവാനായിട്ട് അത് നമ്മുടെ ഈ ജീവിതമാണ്, സഭയിലൂടെ നമുക്ക് ലഭിച്ച ഈ ജീവിതമാണ് നമ്മൾ അതിലേക്ക് നല്ലത്. ആ ജീവിതത്തെയാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ആ പരിശോധനയ്ക്ക് ശേഷം വേണം ആ നന്ദി വരാനായിട്ട്. പരിശോധിക്കാൻ അവസരം കിട്ടിയത് ഈ സഭയിലായിരിക്കുന്നതുകൊണ്ടാണ്. വെറുതെ ഒരു അഴകുഴമ്പൻ ക്രിസ്ത്യ ജീവിതമായിട്ടല്ല, എന്ത് വില കുറഞ്ഞൊരു ജീവിതമല്ല, യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഇടയായത് ദൈവസഭയിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളാണെന്നുള്ളത് നമുക്ക് ഓർക്കാം. ആ വചനം, ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയും കൂടെ നടത്തണം. വാസ്തവത്തിൽ ക്രിസ്തുവിൽ വേരൂന്നിയവരായി, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ടുള്ള ഒരു വളർച്ചയാണ് നമ്മളിലുള്ളത്. അങ്ങനെ വളരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കും. സന്ദീപ് ആ കാര്യം കുറച്ചുകൂടെ വിശദീകരിച്ചു.
വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സന്ധി പറഞ്ഞുകൊണ്ടപ്പോഴത്തേക്ക് വിശ്വാസത്തിന്റെ വേറൊരു കാര്യം കൂടെ അപ്പോൾ ഒരു വചനം കൂടെ ഓർമ്മ വന്നു. വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഒരുവന്റെ ക്രിസ്തുവിൽ വളർന്നു വരുമ്പോൾ ക്രിസ്തു അവനിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഒരുവന്റെ സ്വഭാവത്തെ തന്നെ മാറ്റുന്നതും വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ഗലാത്യ ലേഖനം വിശ്വാസമുള്ളവനിൽ അവന്റെ സ്വഭാവം മാറുകയാണ് വിശ്വസിക്കുന്നതിലൂടെ എന്നാണ് അവിടെ ഗലാത്യലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് അതിനെ കാണാം, വിശ്വാസത്തിന്റെ ഒരു ഘടകമായി തന്നെ അതിനെ കാണാം. ഗലാത്യലേഖനം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യലേഖനം 2 അതിന്റെ 20-ാം വാക്യം, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു. അത് അവിടെ മനസ്സിലാക്കി വായിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടിയിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യനെ തന്നെ മൊത്തം മാറ്റുക വിശ്വാസത്താൽ അത്രേ. എന്ത് സംഭവിച്ചു? ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ട്രാൻസ്ഫർമേഷൻ, ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചത് പോലും വിശ്വാസത്താലാണ്. വിശ്വാസത്തിന്റെ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്തില്ല? ഈ എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്ന് വെറുതെ എഴുതി വെച്ചിരിക്കുന്ന അല്ല പ്രിയമുള്ളവർ. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് ആരിൽ നടക്കേണ്ട കാര്യമാണ്? വിശ്വസിക്കുന്നവരിലെല്ലാം നടക്കേണ്ട കാര്യമാണ്. അല്ല പൗലോസ് അപ്പോസ്തലനിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരിലും നടക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വസിക്കുന്നവരിൽ ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയേണ്ടത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അപ്പോൾ അതാ ക്രിസ്തുവിന്റെ അടിസ്ഥാനപ്പെട്ട് വളരുമ്പോൾ ഇതെല്ലാം ചേർന്ന് ഇനി ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ പ്രകടമാകും എന്നും പറഞ്ഞു. അതെ, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കർത്തമേശ സംസാരിച്ച മുഴുവൻ അതായിരുന്നു അല്ലേ? നമ്മുടെ കഴിഞ്ഞ കർത്തമേശയിൽ നമ്മൾ സംസാരിച്ച വിഷയം തന്നെ അതായിരുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? ഏത് കാര്യത്തിലൊക്കെയാണ് നമ്മൾ വളരുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ വളരുന്ന സ്നേഹം, ദീർഘക്ഷമ, മറ്റ് ശുശ്രൂഷിക്കാനുള്ള മനോഭാവം, പിന്നെന്തൊക്കെയായിരുന്നു? സൗമ്യത, മറ്റുള്ളവരെ ഉൾക്കൊള്ളുക. ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, 4 കാര്യങ്ങൾ. അല്ലെങ്കിൽ വേഗത്തിലൊന്ന് പറഞ്ഞൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് പരിശോധിക്കാൻ പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ഏകാഗ്രതയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസമുള്ളവർക്കിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം നമ്മളെ തന്നെ പരിശോധിക്കാം. ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വർഷങ്ങളായിട്ട് നമ്മൾ സഭയിലായിരിക്കുന്നുവെങ്കിലും നമ്മുടെ ആത്മീയ വളർച്ച എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, കൊലോസ്യലേഖനത്തിലെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നോക്കി ദൈവാത്മാവ് ഇപ്രകാരം നമ്മളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളത് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിയവരായി, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി, ഉറച്ച വിശ്വാസത്തിൽ. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് വീണ്ടും ഞാൻ ഇനി ജീവിക്കുന്നത് വിശ്വാസത്താൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഉറച്ച ആ സാക്ഷ്യത്തോടുകൂടി എല്ലാ കാര്യത്തിലും ദൈവവചനത്തിലും ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടി വിശ്വാസം, അതൊരു ധൈര്യമായി തീർന്നിട്ടുള്ള അത്തരത്തിലൊക്കെയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളത് പരിശോധിച്ച് അതിന്റെ തുടർച്ച ആ പരിശോധന നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരും? മാനസാന്തരത്തിന് ശേഷം, മാനസാന്തരത്തിന്റെ ഫലമായിട്ട് അത് യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ അത് നന്ദി നിറഞ്ഞ് കവിയുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് ഗിവിങ്, നന്ദി. സ്തോത്രം എന്നുള്ള വാക്ക് നമുക്ക് മാറ്റി വെക്കാം. സ്തോത്രമല്ല, സത്യം പറഞ്ഞ ശരിയാണ്. ഇംഗ്ലീഷിലൊക്കെ നമ്മുടെ മനസ്സിൽ അത് വരണം. ഈ സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ മലയാളത്തിലെ നന്ദി എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നില്ല. നന്ദിയാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദിയാണ് നിറഞ്ഞ് കവിയുന്നത്. നന്ദി നിറഞ്ഞ് കവിയണം. അതെ, നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിലേക്ക് വരുവാൻ തക്കണം ഒരു മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ നടക്കട്ടെ. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. സത്യസന്ധമായിട്ട് നിൽക്കുന്നവരുടെ ഉള്ളിൽ, സത്യസന്ധമായിട്ട് ദൈവസന്നിധിയിൽ ഇപ്പോൾ നിൽക്കുന്നവരുടെ ഉള്ളിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തങ്ങളുടെ കുറവുകളെ കാണിച്ചു തരുന്നു. എവിടെയൊക്കെയാണ് നമുക്ക് വിശ്വാസത്തിന്റെ കുറവുള്ളത്, എവിടെയൊക്കെയാണ് ക്രിസ്തു സ്വഭാവത്തിന്റെ കുറവുള്ളത്, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ രക്ഷയുടെ വീണ്ടും നമ്മുടെ രക്ഷയെ പുതുക്കുകയാണെന്ന് ഓർക്കുക. ശുശ്രൂഷകൾക്ക് നിശ്ചയമായും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ രക്ഷയെ നമ്മൾ പുതുക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമുക്കിപ്പോഴും മടങ്ങി വരാൻ അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മാനസാന്തരത്തിനുള്ള അവസരമുണ്ട് നമുക്ക്. നമ്മൾ നിത്യനരകത്തിലേക്ക് പോകാനുള്ള
എല്ലാ സാധ്യതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും നമ്മളെ ദൈവം തന്റെ സ്നേഹത്തിൽ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. രക്ഷയുടെ ദിവസമാണിതെന്ന് ഓർക്കാം. മടങ്ങി വരാം സഹോദരിമാരെ. മാനസാന്തരത്തിലൂടെ, അനുതാപത്തിലൂടെ നമുക്ക് യഥാസ്ഥാനപ്പെടാം. അത് നമ്മളെ നന്ദിയുള്ളവരാക്കി തീർക്കും. ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ നന്ദിയുടെയും സ്തുതിയുടെയും